എന്തായാലും വളരെ എന്നാലും അപ്പൊ എല്ലാ കുട്ടികളുടെയും ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ ഓരോ ടൈപ്പ് പ്രസന്റേഷൻ നടക്കുന്ന സമയത്തും നിങ്ങളെ ശ്രദ്ധിക്കാനും നിങ്ങളെ വിലയിരുത്താനും നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താനൊക്കെ ടീച്ചേഴ്സ് ഇവിടെ ഹൈഡ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം. അത് നിങ്ങളെ ഗൈഡ് ചെയ്യും അല്ലേ മാം? ഓക്കെ, അപ്പൊ എന്തായാലും അത് അവർ നന്നായിട്ട് ചെയ്തു എന്നാണ് അഭിപ്രായം. ഓക്കെ, ഗ്രേറ്റ്, താങ്ക് യു സോ മച്ച്. 4950 പാർട്ടിസിപ്പൻസ് ആയിട്ടുണ്ട്. ഷാജി സാർ ഇന്ന് ഡിസ്കഷൻ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ ഒന്ന് പിന്നെ ക്വസ്റ്റ്യൻ നമ്മുടെ ചോദിക്കുന്നൊക്കെ പേടിച്ചിട്ടൊക്കെ വരാത്തൊക്കെ ഉണ്ടാവും. നമ്മുടെ അനഘ കഴിഞ്ഞ തവണ ക്ലാസ് എടുത്തിട്ട് അവര് ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്ത് നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ നേരിട്ടെ. അനഘയില്ലേ ഇവിടെ? ഒന്ന് പറഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് ഒക്കെ എടുത്തിട്ട്? ക്ലാസ് എടുത്തിട്ട് വളരെ നല്ല അഭിപ്രായമായിരുന്നു. ഞാനത് ലിങ്കും കൂടി ഇട്ടപ്പോ കുറെ ആൾക്കാർ കണ്ടിട്ട് കുറെ അപ്രിസിയേഷൻസ് ഒക്കെ അറിയിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി സത്യം പറഞ്ഞാൽ. ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ക്ലാസ് ഒക്കെ എടുക്കുന്നത്. നമുക്ക് ക്ലാസ്സിൽ BSc ഒക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ് എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ 30 പേര് അത്ര തന്നെയല്ലേ ഉള്ളൂ. പിന്നെ ടീച്ചേഴ്സും ഉണ്ടാവും, അത്രേ ഉള്ളൂ. അത് അന്ന് എനിക്ക് തോന്നുന്നു 101 പാർട്ടിസിപ്പൻസ് ടോട്ടൽ ഉണ്ടായിരുന്നു സൂം മീറ്റില്. 107 പേരൊക്കെ അത്ര എത്തിയിരുന്നു. ആൾക്കാരുടെ മുന്നിലൊരു എന്തോ 107 പേരൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ കുറച്ച് പേര് ലീവ് ചെയ്ത് പോയതാണ്. മാക്സിമം ആ റേഞ്ചിലൊക്കെ എത്തി. ഓക്കെ. അപ്പൊ അത്രയും ആൾക്കാരുടെ മുന്നിൽ ഒരു പ്രസന്റേഷൻ നടത്താതെ അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത്, അതും വളരെ ഷോർട്ട് പീരീഡിൽ. എനിക്കാണെങ്കിൽ ഡ്യൂട്ടി ഒക്കെ ഉണ്ടായിരുന്നു, എന്നിട്ട് അതിന്റെ ഇടയിൽ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തതാണ്. അത്രയും എനിക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വേണം തോന്നിയ സംഭവങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാനും റെഫർ ചെയ്യാനും എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ആ VHSC MLT ടെക്സ്റ്റും പിന്നെ എന്തൊക്കെയോ ഓർമ്മയിലുള്ള കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ ആ ക്ലാസ് എടുത്തത്. എന്നിട്ട് എനിക്ക് അത്രയും നല്ല അഭിപ്രായങ്ങളും ഒക്കെ കിട്ടിയപ്പോ എന്നെ കൊണ്ട് ഇതിലും കൂടുതൽ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും അവസരങ്ങൾ തരാം കേട്ടോ. എന്തായാലും മൈൻഡിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഈ ക്ലാസ്സുകളല്ലേ? അതെ അതെ. നേരത്തെ കുറച്ചും കൂടി സമയം നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തൊക്കെ ക്ലാസ് എടുക്കാൻ പറ്റും അല്ലേ? യെസ്, നമുക്ക് തുടങ്ങാം ഷാജി സാറേ. നമുക്ക് ആദ്യത്തെ ക്ലാസ് അനഘയുടെ ക്ലാസ് തന്നെയായിരുന്നു അല്ലേ? അപ്പൊ അനഘയുടെ ആ ക്ലാസ്സിനെ ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അനഘയ്ക്ക് രണ്ട് രീതിയിൽ ചോദ്യങ്ങളായിട്ട് പോകാം. ഒന്നുമില്ലെങ്കിൽ ചോദ്യം പ്രസന്റ് ചെയ്ത് ആരെങ്കിലും പേര് വിളിച്ചിട്ട് അവരോട് ചോദ്യം അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാൻ പറയാം, അതുമല്ലെങ്കിൽ ചോദ്യം പറഞ്ഞ് ഉത്തരം എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ പോവാം. നമുക്ക് തുടങ്ങാം. ഓക്കെ സർ, ലിമിറ്റഡ് ടൈം പീരീഡിന്റെ ഉള്ളിലേക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവോ നല്ലത്. കാരണം നമ്മൾ ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയാൻ വേണ്ടി ഇരിക്കുമ്പോഴേക്കും കുറെ സമയം പോവും. അല്ല, ഇന്ന് ടൈം ഒന്നും പ്രശ്നമില്ല, നമുക്ക് നോക്കാം. നമുക്കൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആണല്ലോ. അല്ലല്ല, കുഴപ്പമില്ല. നമുക്കറിയാവുന്ന നമുക്ക് ചെയ്യാം, കുട്ടികൾക്ക് അറിയുന്ന അവരും ഡിസ്കസ് ചെയ്യട്ടെ. എല്ലാവരും കൂടി നമ്മളൊരു അറിവുകൾ ഷെയർ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ആ ടോപ്പിക്ക് തന്നെ ഉള്ളൊരു റിവിഷനാണ്. നമ്മളൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ അതിൽ പലതും മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അതൊന്നും കൂടെ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമല്ലേ? ഓക്കെ, സ്റ്റാർട്ട്. താങ്ക് യു സോ മച്ച്. സ്ക്രീൻ ഷെയർ ചെയ്യണമെങ്കിൽ ചെയ്യാം. താഴെ ചാറ്റിന്റെ കിട്ടിയോ? ഷെയറിംഗ് കിട്ടിയോ? ലാപ്പിലാണോ? ലാപ്പിലാണ്. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. താഴെ അവിടെ ഉണ്ടാവില്ല, ഷെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. ചാറ്റ്, റിയാക്ട്, ഓക്കെ. അല്ലെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താലും ഞാൻ അത് ഷെയർ ചെയ്തോളാം. എന്റെ അടുത്തുണ്ട് ചോദ്യം, ഞാൻ അയച്ചത്. അയച്ചെന്നുണ്ടോ? കിട്ടി. ഓക്കെ. കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നമ്മുടെ VHSC MLT ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പുറത്തുനിന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എങ്ങാനും മാത്രമാണ് അതിൽ ഇല്ലാത്തൊരു പോയിന്റ് എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ.
ബാക്കി എല്ലാം നമുക്ക് അത് വായിച്ചാൽ കിട്ടുന്ന പോയിന്റ്സ് തന്നെയാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ ട്രൈ ചെയ്യായിരുന്നു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ത് കൊടുക്കാം എന്നുള്ളത്. കാരണം നമുക്ക് ആൻസർ അറിയുന്നുണ്ടാവും, എന്നാലും ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ അങ്ങനത്തെ കുറച്ച് കൺഫ്യൂസിങ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ബ്ലഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഏറ്റവും ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, pH എന്താണ്, സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണ് എന്നൊക്കെ ഉള്ളത്. അപ്പം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബ്ലഡ്? എല്ലാവരും എ എന്നുള്ള ഓപ്ഷൻ പറയുന്നുണ്ട്. ആർച്ച. ഓക്കെ. ഓക്കെ. അപ്പൊ 1.052 to 1.062 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത്. ഈ ഒരേ ലെറ്റർ അക്കങ്ങളെ അങ്ങോട്ടും കൂടി മാറി കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കണം. പിന്നെ വരുന്നത് ഫസ്റ്റ് മന്ത് ഓഫ് എംബ്രിയോണിക് ലൈഫിൽ ഹെമറ്റോപോയിസിസ് എവിടെയാണ് നടക്കുന്നത് ക്വസ്റ്റ്യൻ ആയിരുന്നു. അനക്ക് ഒരു മിനിറ്റ്, നമുക്ക് ഈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ആൾക്കാർക്ക് അറിയാമോ? എല്ലാവർക്കും നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി 1.052 to 1.062 പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് ആരെങ്കിലും എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് സ്പെസിഫിക് ഗ്രാവിറ്റി 1.052 എന്ന് വന്നിരിക്കുന്നത്? 2 വന്നില്ല, 3 വന്നില്ല. നയന, മധു, അതാർക്കെങ്കിലും അറിയോ? സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് അതൊന്നുമല്ല. കറക്റ്റ് ആയിട്ട് അറിയില്ല. നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസ് മെറ്റീരിയലിനായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് എപ്പോഴും. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 4 ഡിഗ്രിയിൽ വെള്ളമാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റെഫറൻസ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 1 ഗ്രാം വെള്ളം എടുക്കുക, അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ 1 ഗ്രാം വെള്ളം എടുത്തു കഴിഞ്ഞാൽ 4 ഡിഗ്രിയിൽ എടുക്കുമ്പോൾ അതിന് സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആണ്. കാരണം അതിൽ സോലുബിൾ ആയിട്ടോ പിന്നെ അങ്ങനെ ഇൻസോലുബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസും ഇല്ലാത്തത് കാരണം അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ റെഫറൻസ് ആയിട്ട് 1 എടുക്കും. അപ്പം ബാക്കി എന്തും ഇപ്പം യൂറിലാണെങ്കിൽ യൂറിൽ കുറച്ച് ഡിസോൾവ്ഡ് ആയിട്ടുള്ള സൊല്യൂട്ടോ കുറേ സാധനങ്ങൾ ഉണ്ടാവും അല്ലേ? നമ്മളിപ്പം പിന്നെ ക്രിയാറ്റിന്, യൂറിയ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ യൂറിനിലുണ്ടാവും. അപ്പോൾ യൂറിൻ്റെ വെയിറ്റ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തും ഒരു ഗ്രാം യൂറിൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് അതിലുണ്ടാവും. കുറച്ച് ഈ സോലുബിൾ സബ്സ്റ്റൻസ് ഉണ്ടായതുകൊണ്ട് അതിൻ്റെ വെയിറ്റ് കൂടും. 1 ഗ്രാം എടുത്ത വെള്ളം 1 ഗ്രാം എടുക്കുക, യൂറിൻ 1 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ യൂറിൻ്റെ വെയിറ്റ് എപ്പോഴും കൂടുതലായിരിക്കും അല്ലേ? കാരണം ഒരുപാട് ഡിസോൾവ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അതിലുള്ളത് കൊണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും യൂറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്തായിരിക്കും? വെള്ളത്തിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും 1ന് മുകളിലായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ബ്ലഡിലും നമുക്ക് ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ്, കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഈ കുറേ മിനറൽസ് ഉണ്ട്, മെറ്റൽസ് ഉണ്ട്, പിന്നെ സെൽസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് വെള്ളത്തിനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റ് 1 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ ആ വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബ്ലഡിന് 1.052 വന്നിരിക്കുന്നത്. യൂറിനാണെങ്കിൽ നമ്മൾ പറയുന്നത് 1.005 ആണ്. 005 to 1.030 ആണ്. അപ്പം യൂറിനെക്കാട്ടും പിന്നെ ബ്ലഡിന് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലാണ്, കാരണം കുറച്ചും കൂടി കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട്. സംഭവം മനസ്സിലായില്ലേ? എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ വെള്ളം എന്ന് പറഞ്ഞാൽ പ്യുവർ ആണ്, വെള്ളത്തിൽ ഒന്നുമില്ല, ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആണ്. വേറെ ഏതൊരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാലും അതിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഡിസോൾവ് ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഡിസോൾവ് ചെയ്തിട്ടുണ്ടാവും. ആ വെള്ളവും നമ്മൾ എടുക്കുന്ന മെറ്റീരിയലും സൊല്യൂഷനും കൂടി ഓരോ ഗ്രാം എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ 4 ഡിഗ്രിയിൽ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും വെയിറ്റ് കൂടുതലായിരിക്കും. ഇതൊരു ജനറൽ അറിവിലേക്ക് വേണ്ടിയിട്ട് പറയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ഈ ഒരു വാല്യൂ വന്നത് എന്ന് ആരും ചിന്തിക്കുന്നുണ്ടാവില്ല. എല്ലാവരും കാണാതെ പഠിച്ചുകൊണ്ട് പോകും 1.005 to 1.062 എന്നൊക്കെ അല്ലേ? മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എല്ലാവർക്കും? ഒരു ബേസിക് കൺസെപ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, കണ്ടിന്യൂ. ഇനി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം, നമുക്ക് അറിയാവുന്നതാണെങ്കിൽ പറയാം. ഓക്കെ, ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്തൊരു പുതിയ അറിവായിരുന്നത്. താങ്ക് യു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് മന്ത് ഓഫ് എംബ്രിയോണിക് ലൈഫിൽ ഹെമറ്റോപോയിസിസ് എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, നമ്മുടെ അഡൾട്ട്സിൽ എവിടെയാണ് ഹെമറ്റോപോയിസിസ് നടക്കുന്നത്?
പ്രൈമർലി ഹെമറ്റോപോയിസിസ് എന്ന് പറയുന്നത് ബോൺ മാരോന്റെ ഫംഗ്ഷൻ ആണ്. അപ്പോൾ എംബ്രിയോണിക് ലൈഫിൽ എന്താണ്, എംബ്രിയോയിൽ നമുക്ക് അന്ന് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും ഫസ്റ്റ് മന്ത് ഓഫ് എംബ്രിയോണിക് ലൈഫിൽ യോഗ് സാക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഒരു 6 വീക്ക് ഒക്കെ കഴിയുമ്പോഴേക്കും ലിവറിൽ ഹെമറ്റോപോയിസിസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇങ്ങനെ ഏജ് ആവണോടത്തോളം, അതായത് എംബ്രിയോണിക് സ്റ്റേജ് ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ എത്തണോടത്തോളം ലിവറിൽ ഹെമറ്റോപോയിസിസ് ഡിമിനിഷ് ചെയ്ത് വന്നിട്ട് ബോൺ മാരോ അത് കംപ്ലീറ്റ്ലി ടേക്ക് ഓവർ ചെയ്യും ആ ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഇടയിൽ ഒരു മിഡിൽ ഒരു മന്ത്സിലൊക്കെ ഇടയിൽ ആരൊക്കെ സ്പ്ലീനും ലിംഫ് ഒക്കെ ഇതിൽ ഒരു റോള് വഹിക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് യോഗ് സാക്ക് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ, എനിക്ക് അറിയണ കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് ഡൗട്ട് പറയുന്നത് ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കണം കേട്ടോ. അത് ആരും വെറുതെ തലയാട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അതെ, വെൻ യൂറിൻ എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ എന്തായാലും റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരും. ഞാനേ ഒരാള് സൂം യൂസർ ആരാ? കൃഷ്ണകീർത്തിയാണോ? അതെ അതെ അതെ, കൃഷ്ണകീർത്തിയാണ്. ഓക്കെ. വെൻ യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ സൈഡ് എന്നല്ലേ? അതെ അതെ, അതായത് അപ്പൊ ഞാന് നമ്മള് ബാക്കി എല്ലാ ടെസ്റ്റും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ടോ അല്ല അല്ല എന്തിനാ? ഞാൻ പറയാം. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് ടോക്സിക്കോളജിസ്റ്റ് ആയിട്ടാണ്. ഓക്കെ, എന്താ ചെയ്യുന്നതെന്ന് കൂടി പറഞ്ഞുതരാം. പൈലറ്റ്സിന്റെയും പിന്നെ ഓക്കെ എമിറേറ്റ്സ് എയർലൈൻസിലെ പൈലറ്റ്സിന്റെയും ക്യാബിൻ ക്രൂസിന്റെയും ഡ്രഗ് ആൽക്കോഹോൾ ടെസ്റ്റാണ് എൻ്റെ മെയിൻ ജോലി. അപ്പോൾ ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ യൂറിനാണ് നമ്മൾ ഇവർ മയക്കുമരുന്ന് അടിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിൽ പൈലറ്റ്മാര് ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ടോ? എന്താണ് അമൃത? ഓക്കെ, ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി സാമ്പിൾ വാലിഡിറ്റി ചെക്ക് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇവർ തന്ന യൂറിൻ കറക്റ്റ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ? തന്ന യൂറിൻ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യണം. വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം ഇവർ മരുന്നെടുക്കുന്ന ആൾക്കാർക്ക് അത് എങ്ങനെ ടാമ്പർ ചെയ്യാമെന്നറിയാം. ഈ സാമ്പിളിനെ എങ്ങനെയൊക്കെ അവർക്ക് അലമ്പാക്കിയിട്ട് തരാമെന്ന് അവർക്കറിയാം. അപ്പോൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന എന്താണ്, സ്പെസിഫിക് ഗ്രാവിറ്റി ചെക്കാണ്. ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും, ബോഡി ടെമ്പറേച്ചർ കറക്റ്റ് ആണോ നോക്കും. പിന്നെ അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓക്കെ ആണോ. സ്പെസിഫിക് ഗ്രാവിറ്റി 1.05-ൻ്റെയും 1.030-ൻ്റെയും ഉള്ളിലായിരിക്കണം. ഇതിൻ്റെ ഉള്ളിലല്ല എന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും അഡൾട്രൻ്റ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഓക്കെ, അപ്പം വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി സ്വാഭാവികമായിട്ടും വണ്ണിൻ്റെ അടുത്തേക്ക് വരും. വേറെ എന്തെങ്കിലും സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 1.30ൻ്റെ മുകളിലേക്കും പോകും. അപ്പോൾ ഇത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. അതിന് പറയും നമ്മൾ SVT എന്ന് പറയും, സാമ്പിൾ വാലിഡിറ്റി ചെക്ക് എന്ന്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് പഠിച്ചിട്ടുണ്ടാവും ഡയബറ്റീസ് മെല്ലിറ്റസ് ഇൻസിപ്പിഡസ് എന്നൊക്കെ. അപ്പോൾ അവരൊക്കെ ഫ്രീക്വൻറ്റ് യൂറിനേഷനുള്ള ഒരു ആൾക്കാരാണ്. കൂടുതലായിട്ട് യൂറിൻ പോകുന്ന സമയത്ത് പിന്നെ ഇവരെ സ്വാഭാവികമായിട്ടും ഡിസോൾവ് ചെയ്ത സബ്സ്റ്റൻസ് യൂറിനിൽ കുറയും. അപ്പോൾ അത് നമുക്കൊരു ചില കാര്യങ്ങൾക്ക് നമുക്കൊരു എവിഡൻസും കൂടിയാണ് ഈ ഡയബറ്റിക് ആണോ എന്ന്. ചില കേസുകളിൽ നമ്മൾ പിന്നെ ബ്ലഡിലെ റിപ്പോർട്ടും ചിലപ്പോൾ യൂറിൻ്റെ റിപ്പോർട്ടൊക്കെ ഒന്ന് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഈ സ്പെസിഫിക് ഗ്രാവിറ്റിയും കൂടി കമ്പയർ ചെയ്യാൻ പറ്റും. അതൊരു ടോട്ടൽ ഒരു അനാലിസിസിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കുറവാണെങ്കിൽ അത് കൂട്ടാം. ഓക്കെ, മനസ്സിലായില്ലേ? ഈവൻ പിന്നെ ഈ കിഡ്നി ഫെയിലിയറിൽ വരെ അങ്ങനെ സംഭവിക്കാം. കൃഷ്ണകീർത്തി ഓക്കെ ആണോ? ഓക്കെ 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 ഓക്കെ. അപ്പോഴും ഈ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് കേസ് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഡയബറ്റീസ് കേസിലെ പേഷ്യന്റ് വരുമ്പോ ഈ പറയുന്ന സ്പെസിഫിക് ഗ്രാവിറ്റി ലോ തന്നെ ആയിരിക്കൂലേ? മീൻസ് നന്നായിട്ടൊന്ന് വെള്ളം കുടിച്ചിട്ട് വരുവാണെങ്കിൽ അത് വരും, ലോ ആയിട്ട് തന്നെ വരും. ഓക്കെ ഓക്കെ ഓക്കെ. ഒത്തിരി ടെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി മാത്രം ചെയ്തു പോകുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ ഇപ്പൊ ശരിക്കും? പിന്നെ ചില ഡോക്ടേഴ്സിന് ഇപ്പോൾ യൂറോളജിസ്റ്റ് ഒക്കെ ചിലപ്പോൾ അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് ഈ സ്പെസിഫിക് ഗ്രാവിറ്റിക്കൊക്കെ. അവർ ക്ലിനിക്കൽ പിന്നെ ഒരു ഇവാലുവേഷന് വേണ്ടിയിട്ട്. CKD പോലുള്ള ചില കണ്ടീഷൻസിലൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നോ അല്ല, ഐസോസ്തെനൂറിയ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ അതെ അതെ. ഓക്കെ, അനക അടുത്ത ക്വസ്റ്റിലേക്ക് പോയിക്കോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് അപ്പം പറയണേ. അഡൾട്രേഷൻ ഓഫ് യൂറിൻ ചോദിച്ചിട്ടുണ്ട് സെനി MB എന്നിട്ട്.
സിനി പറഞ്ഞ കറക്റ്റാണ്. ഇപ്പം ഈ ഡ്രഗ് ടെസ്റ്റിങ്ങിലൊക്കെ അഡൾട്രേഷൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ അതന്നെ രണ്ട് രീതിയിൽ വരാം. പിന്നെ അഡൾട്രേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാലും അഡൾട്രേഷൻ ആണ്, അതിലേക്ക് എന്തെങ്കിലും സോല്യൂബിൾ സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും അഡൾട്രേഷൻ ആണ്. ഓക്കെ, അനക്ക അനക്ക പോയോ? ഇല്ല ഇല്ല, ഇവിടെ ഓക്കെ, കണ്ടിന്യൂ ചെയ്തോ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോസ് ഓക്കെ ചെയ്തിട്ട് ഓക്കെ. കാര്യങ്ങൾ പറയൂട്ടോ. ഇടയ്ക്ക് എല്ലാവർക്കും ചർച്ച ഇന്നൊരു അങ്ങനത്തെ ഒരു ക്ലാസ് ആണ്. അല്ല, നമുക്കൊരു ഇത് ഷാജി, ആ ഇത് റിലാക്സ് ആൻഡ് ഡിസ്കസ് സെഷൻ ആയിക്കോട്ടെ. അതെ 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 അനക്കെ റിലാക്സ് ചെയ്ത് പറഞ്ഞോട്ടെ, അതെ ബാക്കി എല്ലാവരും റിലാക്സ് ചെയ്ത് ഡിസ്കഷനിൽ പങ്കെടുക്കട്ടെ. അതെ 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 റിലാക്സ് ആൻഡ് ഡിസ്കസ്. അതെ എന്നാൽ എന്തറിയോ, കുറച്ച് ദിവസമായിട്ട് ഓടിക്കായിരുന്നല്ലോ, എല്ലാവരും ഓടിയായിരുന്നു. അതെ ഓടുന്നതിന്റെ പുറകെ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെ ആ ഈ കഴിഞ്ഞ ദിവസമൊക്കെ കാവ്യ ക്ലാസ് എടുക്കുമ്പോൾ കാവ്യ സ്പീഡ് പോകുന്നു, ബാക്കി എല്ലാവരും കാവ്യയുടെ കൂടെ ഓടുക. ഇന്നൊരു ദിവസം കുറച്ച് റിലാക്സ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് പോയിക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ കൂടുതൽ അറിവുകൾ നമുക്ക് കിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, റിലാക്സ് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, കണ്ടിന്യൂ അനക്ക. ഓക്കെ. അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ, മേജർ പ്ലാസ്മ പ്രോട്ടീൻ. ഇതൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് അല്ലെ. മേജർ പ്ലാസ്മ പ്രോട്ടീൻ ആരാണ്? ഓക്കെ, ആൽബുമിൻ ആണ് മേജർ പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ പ്ലാസ്മ പ്രോട്ടീൻ ഇപ്പൊ ടോട്ടൽ പ്രോട്ടീന്റെ എമൗണ്ട് നോക്കുമ്പോൾ ഒരു 6 to 8 gram per DL ഒക്കെയാണ് വരുന്നത്. അതിൽ 4.3 to 5 gram per DL വരുന്നത് ആരാണ്? ആൽബുമിൻ ആണ്. പിന്നെ കുറച്ചും കൂടി കൂടുതൽ എമൗണ്ട് വരുന്നത് ഗ്ലോബുലിൻസ്. ഏറ്റവും കുറവ് ഫ്രാക്ഷൻ മാത്രമാണ് ഫൈബ്രിനോജൻ വരുന്നത്. അതാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. പിന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇവിടെയും ഒരു കൺഫ്യൂഷൻ വരാം. ഇത് ഈസി ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തോന്നാം. കാരണം നമ്മൾ ഇവർ ചോദിച്ചിരിക്കുന്നത് പ്ലാസ്മ പ്രോട്ടീൻ, സീറം പ്രോട്ടീൻ അല്ല. അപ്പോൾ ചില ആൾക്കാരുടെ മനസ്സിൽ എന്ത് ചെയ്യും, ഈ സീറവും പ്ലാസ്മയും ഡിഫറൻസ് മനസ്സിലേക്ക് കയറി വരും. സിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ഫൈബ്രിനോജനും, പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഫൈബ്രിനോജനും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ട അവസ്ഥയിൽ ആൾക്കാർ വിചാരിക്കും പ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബ്രിനോജൻ അല്ല എന്നത്, ചിലപ്പോൾ ഫൈബ്രിനോജനിലേക്ക് എഴുതിപ്പോ. ഒരിക്കലും അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും നമ്മളിപ്പോൾ എപ്പോഴുള്ള ഏറ്റവും ഹയസ്റ്റ് പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽബുമിൻ തന്നെയാണ്. പിന്നെ പ്ലാസ്മിനോജൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ആക്റ്റീവ് സൈമോജൻ അങ്ങനെയാണ് പറയുന്നത് പ്ലാസ്മിനോജൻ. അതൊരു പ്ലാസ്മ പ്രോട്ടീൻ ആയിട്ട് നമ്മൾ പറയുന്നില്ല. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂളേ ഫോർമേഷൻ കാണുന്ന ക്ലിനിക്കൽ കണ്ടീഷൻ ഏതാന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഓരോ കണ്ടീഷൻസിനെ കുറിച്ചും നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എന്തായാലും പറയാൻ പറ്റും. കെർണിക്-ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ്? ജോണ്ടിസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. അതായത് ബിലിറൂബിൻ ഇൻഡ്യൂസ്ഡ് ബ്രെയിൻ ഡാമേജ്, നമ്മുടെ ബിലിറൂബിന്റെ ലെവലാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നത് കെർണിക്-ട്രെസ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസിൽ. ചെറിയ ബേബീസിലൊക്കെ കാണിക്കുന്നതാണ്. പിന്നെ വരുന്നത് മൾട്ടിപ്പിൾ മൈലോമ. മൾട്ടിപ്പിൾ മൈലോമ പറയുന്നത് എന്താ, പ്ലാസ്മ സെൽസിന്റെ അബ്നോർമൽ പ്രോളിഫറേഷൻ ആണ് അവിടെ വരുന്നത്. അപ്പൊ പ്ലാസ്മ സെൽസ് അബ്നോർമലി പ്രോളിഫറേറ്റ് ചെയ്യുമ്പോൾ അവിടെ അബ്നോർമൽ ആയിട്ടുള്ള പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ അന്ന് ക്ലാസ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൂളേ ഫോർമേഷൻ മെയിൻ ആയിട്ടും അബ്നോർമൽ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഹൈപ്പർ പ്രോട്ടീനിമിയ റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യം. അപ്പൊ എന്താ, ഇങ്ങനെ പ്രോട്ടീൻസിന്റെ ലെവൽ അല്ലെങ്കിൽ അബ്നോർമൽ പ്രോട്ടീൻസ് കൂടുമ്പോൾ ബ്ലഡിന്റെ വിസ്കോസിറ്റിയും കൂടും. അപ്പോഴാണ് നമുക്ക് ഈ RBCs പോലെ സ്റ്റാക്ക് ഓഫ് കോയിൻ പോലെ അല്ലെങ്കിൽ പൈൽ ഓഫ് കോയിൻ പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ അതാണ് മൾട്ടിപ്പിൾ മൈലോമയാണ് അതിന്റെ ശരിക്കും ആൻസർ വരുന്നത്. പിന്നെ അയൺ ഡെഫിഷ്യൻസി അനീമിയ നമുക്കറിയാം, അയണിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതാണ്. സ്കർവി എന്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാ? അസ്കോർബിക് ആസിഡ്, വൈറ്റമിൻ സിന്റെ ഡെഫിഷ്യൻസി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ കെർണിക്-ടെറക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്ടെറസ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ബിൽറൂബിൻ എന്നാണ് അർത്ഥം അല്ലേ. അതായത് ബിൽറൂബിന്റെ ലെവൽ 20 മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു ഇവിടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഉണ്ടല്ലോ എപ്പോഴും. ആ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ കെർണിക്-ടെറക്സ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനെ പറയുന്നത്. അപ്പോൾ ഈ 20 മുകളിലേക്ക് ബിൽറൂബിൻ വന്നു കഴിഞ്ഞാൽ അത് എപ്പോഴും അത് ബ്രെയിനിലേക്ക് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ ബിൽറൂബിൻ്റെ ലെവൽ എപ്പോഴും എപ്പോഴും അത്ര ഹൈ ആയിരിക്കും, 20 അല്ലെങ്കിൽ അബോവ് 20 ഒക്കെ ആയിരിക്കും മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ലൈഫ് സ്പാൻ ഓഫ് RBC എത്രയാണ്?
Lifespan of RBC 120. 120 എന്ന് മാത്രം പറയാൻ പാടില്ല. 120 ഇതിൽ ഞാൻ ഓപ്ഷനിൽ വീക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 120 ഡേയ്സ് ആണോ 120 വീക്സ് ആണോ എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണം. ഓക്കെ, 120 ഡേയ്സ് ആണ് RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാർജസ്റ്റ് WBC സീൻ ഇൻ പെരിഫറൽ സ്മിയർ. ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള WBC ഏതാ? ഓക്കെ, മോണോസൈറ്റ് ആണ് ലാർജസ്റ്റ് WBC എന്ന് പറയുന്നത്. ബാക്കിയുള്ള എനിക്ക് സൈസ് ഒക്കെ ഓർമ്മ ഉണ്ടോ? ഏകദേശം ഒരു റേഞ്ച്. ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഇയോസിനോഫിൽ ഒക്കെ ഒരു 10 to 12, 10 to 15 മൈക്രോമീറ്റർ ആ റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ലാർജ് ലിംഫോസൈറ്റ് ആണെങ്കിലും ഒരു 10 to 15 ആ റേഞ്ചിലാണ് അതിന്റെ ഡയമീറ്റർ വരുന്നത്. ആൻഡ് സ്മോൾ ലിംഫോസൈറ്റ് ആണെങ്കിലോ RBCയുടെ ഏകദേശം സൈസ് ആയിരിക്കും 6 to 8 മൈക്രോമീറ്റർ ഒക്കെ ആയിരിക്കും. മോണോസൈറ്റ് ആണെങ്കിൽ 15 to 20 മൈക്രോമീറ്റർ വരെയൊക്കെയാണ് സൈസ് വരുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്ലഡ് സെൽ പ്രൊഡ്യൂസ് എ നാച്ചുറൽ ആന്റികോയാഗുലന്റ്. ഇത് പറഞ്ഞിരുന്നു, സാറ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഏതാണ്? ബേസോഫിൽ ആണ് ആന്റികോയാഗുലന്റ് ആയിട്ടുള്ള ഹെപ്പാരിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫ്ലൂയിഡ് സെപ്പറേറ്റഡ് ഫ്രം നോൺ ആന്റികോയാഗുലേറ്റഡ് ബ്ലഡ്. അതിന്റെ ആൻസർ എന്താ? നോൺ ആന്റികോയാഗുലേറ്റഡ് ബ്ലഡ് എന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് സെറാണോ, പ്ലാസ്മയാണോ, PRP ആണോ, FFP ആണോ? പ്ലാസ്മ, സെറം ഒക്കെ മാറി മാറി ആൻസർ വരുന്നുണ്ടല്ലോ. ഓക്കെ, ആന്റികോയാഗുലന്റ് ഇല്ലാണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് എപ്പോഴും സെറം ആണ്. ആന്റികോയാഗുലേറ്റഡ് ബ്ലഡ് എന്നാണ് പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. അവിടെ ഞാൻ പറഞ്ഞിരുന്നു, ആ ഫൈബ്രിനോജന്റെ പ്രസൻസോ ആബ്സെൻസോ പറയുന്നത്. ഓൾറെഡി കൊയാഗുലേഷൻ നടന്ന ബ്ലഡിൽ പിന്നെ, അതായത് ബ്ലഡ് ക്ലോട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ റിമൈനിങ് ആയിട്ട് ഫൈബ്രിനോജനും കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് ഒന്നും ലെഫ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല, അത് യൂസ്ഡ് അപ്പ് ആയി. അപ്പൊ അങ്ങനെ കിട്ടുന്നത് എന്താണ്? നോൺ ആന്റികോയാഗുലേറ്റഡ് ബ്ലഡിന് കിട്ടുന്നത് എന്താണ്? സെറം ആണ്. ആന്റികോയാഗുലേറ്റഡ് ബ്ലഡിന് മാത്രം നമുക്ക് പ്ലാസ്മ കിട്ടണം. പിന്നെ ഈ PRP നെ കുറിച്ച്, FFP നെ കുറിച്ചൊക്കെ അറിയോ? PRP ഇതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയാണ് PRP എന്ന് പറയുന്നത്. ആന്റികോയാഗുലേറ്റഡ് ബ്ലഡിൽ തന്നെയാണ് നമുക്ക് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക. പിന്നെ FFP എന്ന് പറഞ്ഞാൽ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ, അതായത് പ്ലാസ്മയുടെ സ്റ്റോറേജ് ഫോമാണ് ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ എന്ന് പറയുന്നത്. ബ്ലഡ് കളക്ട് ചെയ്ത് വിത്തിൻ 6 hours അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് +-20 degree Celsius ഡീപ് ഫ്രീസ് ചെയ്യാം. അതാണ് അങ്ങനെ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് FFP അല്ലെങ്കിൽ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഇനി ഡൗട്ട് എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാറുണ്ട് അല്ലെ നമുക്ക് പ്ലാസ്മയുടെയും സെറത്തിന്റെയും കാര്യം. അപ്പൊ അതൊന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് തെറ്റിച്ച ആളുകൾ, ഒരു മിനിറ്റ് അനക്ക, അത് തെറ്റിച്ച ആളുകളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ബേസിലൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, ബേസ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. അത് എന്തുകൊണ്ടാ തെറ്റിയത്, എന്തുകൊണ്ടാ ഞാൻ പ്ലാസ്മ എന്ന് ഇവിടെ തന്നെ ഇപ്പൊ ഈ ഡിസ്കഷനിടെ ഇത്ര റിലാക്സ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, പരീക്ഷയിൽ ഇതൊക്കെ തെറ്റും നിങ്ങൾക്ക് പറഞ്ഞപ്പോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളിപ്പോ ഈ സ്ക്രീനിന്റെ മുമ്പിൽ ഇരുന്ന് വളരെ റിലാക്സ് ചെയ്തിരുന്നിട്ട് പോലും കുറച്ച് 2-3 പേർക്ക് അത് തെറ്റി. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഞാനത് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അതിശയോക്തിയാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഇതൊക്കെ സ്ഥിരം സംഭവിക്കുന്നതാണ്. അപ്പോ ശ്രദ്ധിക്കുക, റിലാക്സ് ചെയ്ത് കൂളായിട്ട് ഇത് അറിയായിരിക്കും, അറിയാതെ തെറ്റിച്ചാണ്, ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. കണ്ടിന്യൂ മോൾ, കണ്ടിന്യൂ. ഒരു ഡൗട്ടും കൂടെ ഉണ്ട് ഇതിനകത്ത്. 2 ml സിറം കിട്ടാൻ എത്ര ml ബ്ലഡ് വേണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അതിന്റെ ഒരു ഡിസ്കഷൻ ഉണ്ടെങ്കിൽ കൊള്ളാം. ഇവിടെയൊക്കെ കൃഷ്ണകീർത്തി നമ്മളവിടെ ഇപ്പൊ വാക്യൂം ടൈനർ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ അതൊരു സ്പെസിഫിക് വോളിയത്തിന് സെറ്റ് ആണല്ലോ അല്ലെ? ആരിഫ് സാറുണ്ട് അവിടെ, 3 ml അല്ലേ നമ്മൾ എടുക്കുന്നത്? സാധാരണ SST ട്യൂബ് 5 ml. ഓക്കെ,
ഈവൻ EDTA ഒരു 5 ml %55 നമ്മളിപ്പോ സാധാരണ പറയല്ലോ ഫോംഡ് എലമെന്റ്സ് എത്രയാണ് പെർസെന്റേജ്, പിന്നെ ഈ പ്ലാസ്മ എത്രയാണെന്നുള്ള പറയില്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്താൽ കിട്ടും. ആ ഒരു പോളിസിയാണ് അതിൽ എടുക്കുക. 5 ml നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ ആളെ അനിമിക് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സിറം കിട്ടും. സാധാരണ പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 45-55% ആ ഇതിലാണ് വരിക, ആ റേഷ്യോയിലാണ് വരിക, 45-55. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. 2 ml സിറത്തിന് എത്ര ml ബ്ലഡ് വേണം, എന്നിട്ട് 4 ml 5 ml 6 ml 8 ml അങ്ങനെ കൊടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏത് ഓപ്ഷൻ ഫിക്സ് ചെയ്യും എന്നുള്ളതാണ്. അത് PCവിനെ ബേസ് ചെയ്തുള്ള ചോദ്യമാണോ അല്ലേ വന്നിരിക്കുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. അതെ 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 അതെ. യെസ്, എന്തായാലും നമ്മളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിനൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ പല സ്ഥലങ്ങളിലും പല രീതിയിൽ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ വാക്യൂ ടൈനർ ആണെങ്കിൽ അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള വോളിയം കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ എന്തായാലും നോക്കാം കേട്ടോ. വെരി ഗുഡ് ക്വസ്റ്റ്യൻ, വെരി ഗുഡ് സജഷൻ. ഇതാണ് ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. വെരി ഗുഡ്, താങ്ക് യു. ചന്ദ്രസാറിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ അവിടെ? ഇവിടെ ഈ അല്ല, സാറ് പിന്നെ പോളിസൈത്തീമിയ സംസാരിച്ചു. കേസുകളൊക്കെ ഉണ്ടല്ലോ. പോളിസൈത്തീമിയ കേസുകളിലൊക്കെ നമ്മളിപ്പോ വളരെ കുറച്ച് പിന്നെ പ്ലാസ്മ അല്ലെങ്കിൽ സീറോ കിട്ടുള്ളൂ. അതെ, ഇതിലൊരു ഒന്ന് രണ്ട് ഇത് കാര്യമുണ്ട്. ഞാൻ വ്യക്തമായിട്ട് പറയാത്ത പറഞ്ഞാല് ഈ സിറം കിട്ടണമെങ്കിൽ ക്ലോട്ട് റിട്രാക്ഷൻ കേൾക്കാവോ? കേൾക്കാം സർ. കേൾക്കാം. ഈ ക്ലോട്ട് റിട്രാക്ഷൻ പല സാമ്പിളിലും പല രീതിയിലായിരിക്കും വരിക. നമ്മൾ സാധാരണ ഒരു നോർമൽ ആകുമ്പോൾ 50% 1 hour കൊണ്ട് 50% ക്ലോട്ട് റിട്രാക്ഷൻ വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പകുതി കൂടുതൽ, എത്ര കൃത്യറിയില്ല, പകുതി കൂടുതൽ 50% ക്ലോട്ട് റിട്രാക്ഷൻ ആണ്. അഥവാ ക്ലോട്ട് കംപ്ലീറ്റും ആ ബ്ലഡിന്റെ നമ്മളെ ആ ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്ലെങ്കിൽ വാക്യൂം ട്യൂബിൽ നമ്മൾ റെഡ് ടോപ്പ് വാക്യൂം ബ്ലഡ് എടുക്കുകയാണെങ്കിൽ അതിന്റെ 1 hour നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് 1 hour വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ക്ലോട്ട് റിട്രാക്ട് ചെയ്ത് 50% ഭാഗത്ത് നിന്ന് റിട്രാക്ട് ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പകുതി കൂടുതൽ സിറം കിട്ടണം. പക്ഷെ ഇത് ഡിപ്പെൻഡ് ആണ് നമ്മുടെ റൂം ടെമ്പറേച്ചർ, പിന്നെ ഈ ഫൈബ്രിനോജന്റെ കണ്ടന്റ്, ഫൈബ്രിൻ ആകുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് അതിൽ ഇൻവോൾവ് ഉണ്ട്. നമുക്ക് എല്ലാത്തിനും ഒരു നോർമൽ പേഴ്സണിന് സാധാരണ ബ്ലഡ് എടുക്കുമ്പോൾ ഒരു നമുക്ക് 2 ml സിറം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മറ്റേ PCV RBC മറ്റുള്ള എല്ലാം നോർമൽ ആവുകയാണെങ്കിൽ എത്രയാണ്? അതിനെത്രയാണ് ഓപ്ഷൻ കൃഷ്ണകീർത്തി? 4 ml 6 ml 7 ml 8 ml ഇങ്ങനെയാ കൊടുക്കുക. അവര് പറഞ്ഞ ആൻസർ എത്രയാ? അവര് 4 ml പറഞ്ഞിരിക്കുന്നത്. അതായത് 50% ആണ്. അതേ പറഞ്ഞ 50% ക്ലോട്ട് റിട്രാക്ഷൻ സംഭവിക്കുന്ന പറയാ. നമ്മളൊരു ബ്ലഡ് കളക്ട് ചെയ്ത് ട്യൂബിൽ കഴിഞ്ഞാൽ 50% 1 hour അത് എത്ര സമയമാണ്? 1 hour വെച്ച് കഴിഞ്ഞാൽ 50% ക്ലോട്ട് റിട്രാക്ഷൻ എല്ലാം സംഭവിക്കും. അങ്ങനെ ആകുന്ന സമയത്തേക്ക് നമുക്ക് ഒരു എത്ര ബ്ലഡ് എടുത്തോ അതിന്റെ പകുതി സീറം കിട്ടണമെന്നാണ്. അത് ബാക്കിയെല്ലാം കണ്ടീഷൻ സെയിം ആകുകയാണെങ്കിൽ അതൊന്ന് റെഫർ ചെയ്യണം. ഞാൻ പിന്നെ പഴയ ഓർമ്മയിൽ വെച്ച് പറഞ്ഞതാണ്. 50% ക്ലോട്ട് റിട്രാക്ഷൻ ആണ് 1 hour വരിക. അതൊന്ന് നമുക്ക് റെഫർ ചെയ്ത് പറയാം. ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമുക്ക് ശരിക്കും ഒബ്ജക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഏത്? അല്ല, അത് ഇതിൽ ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ഉണ്ട്. പിന്നെ നമ്മൾ എല്ലാം നോർമൽ ആണെന്ന കണ്ടീഷനിൽ ഇത്ര സിറം കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് RBC കൗണ്ട്, അതിൽ WBC കൗണ്ട്, പ്ലേറ്റ്ലെറ്റ്, പിന്നെ അതിലുള്ള ഫൈബ്രിനോജൻ, അങ്ങനെയുള്ള കൊയാഗുലേഷൻ ഫാക്ടേഴ്സ്, മറ്റുള്ള അങ്ങനെ എല്ലാ കാര്യങ്ങളും നോർമൽ ആകുമ്പോൾ എത്ര ബ്ലഡ് വേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പൊ രേഷ്മയിൽ പറയുന്നുണ്ട് 5 to 10 ml ബ്ലഡിൽ നിന്ന് 2.5 കിട്ടുന്നു. 5 to 10 അല്ലേ, 5 ml തന്നെ കിട്ടും. 2.5 ml സീറോ 5 2 to 5 ml അപ്പൊ കറക്റ്റ് ആണ്. 5 ml 2 to 5 ml എന്നാണ് ഉദ്ദേശിച്ചത്. 2 to 5 ml 2 to 5 ml 60% തന്നെയാണ്. 5 to 10 ml നിന്ന് 5 to 10 ml ബ്ലഡിൽ നിന്ന് 2 to 5 ml സിറം കിട്ടും. അതായത് അപ്രോക്സിമേറ്റ് 50%. ഞാൻ പറഞ്ഞ 50%. കറക്റ്റ് ആണ്. ഗ്രേറ്റ്. 50%. ഓക്കെ, അതായത് ക്ലോട്ട് റിട്രാക്ഷൻ എടുക്കുന്നത് 50% ആണ്. താങ്ക് യു രശ്മ. ബ്യൂട്ടി, ഇതാണ് ഇതിന്റെ ബ്യൂട്ടി. നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നു, അറിയാത്ത കാര്യങ്ങളും നമ്മളെ മനസ്സിലേക്ക് വരുന്നു, അതൊരു ചോദ്യമായിട്ട് എല്ലാവരും മനസ്സിൽ നിൽക്കുന്നു.
അന്നപ്പോഴേ ആ ചോദ്യം നമ്മൾ ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. അതിന്റെ ബാക്കി ഇപ്പം കുറച്ച് ഞാൻ പറഞ്ഞു കിട്ടി, കുറച്ച് വേറെ ആൾ പറഞ്ഞു കിട്ടി, അങ്ങനെ എല്ലാം കിട്ടി 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 നമുക്കത് ഡിഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ശരി, ഓക്കെ, കണ്ടിന്യൂ ചെയ്യണക്ക. പിന്നെ സാർ അതല്ല, ഇതിന്റെ ഒരു ഭംഗി ചില പരീക്ഷ ഹാളിൽ ഈ ചോദ്യം വരികയാണെങ്കിൽ ഇതിനെ പറ്റി ചുറ്റിപ്പറ്റി ഇങ്ങനെ ചോദ്യം നമ്മൾ സംസാരിച്ചത് കൊണ്ട് ഈ ചർച്ചയിൽ വന്ന ആളുകൾക്ക് പിന്നെ ഇതിൽ കൺഫ്യൂഷൻ വരില്ല. അതേസമയം ഒരു റാങ്ക് ഫയലിനോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനോ എവിടെയെങ്കിലും ഈ ഒരു ചോദ്യം ഉത്തരം പഠിച്ചു പോയ ആൾക്ക് അത് ക്ലിക്ക് ആവണമെന്നില്ല. അതുകൊണ്ട് ആണ് നിങ്ങളോട് ഡിസ്കഷനും കൂടെ വരണം എന്ന് പറയുന്നത്. ഞാൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിസ്സായവർക്ക് മിസ്സായി. ഓക്കെ, ഇന്ന് നമ്മൾ റിലാക്സ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും പങ്കെടുക്കുന്ന ആളും കുറവാണ്. പക്ഷെ ആൾക്കാർക്കൊക്കെ ആഗ്രഹം എന്താ വെച്ചാൽ കുറെ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് കിട്ടുക എന്നുള്ളതാണ്. കുറഞ്ഞ സമയത്ത് കൂടുതൽ ക്വസ്റ്റ്യൻ കിട്ടുക എന്നുള്ള. അതല്ല, നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ഓരോരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ ആക്കി ചിലപ്പോൾ PSC വരിക. ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ശരിക്കും നമുക്ക് എഴുതാൻ പറ്റും അതിന്റെ ആൻസർ. ഇപ്പൊ തന്നെ ഇപ്പൊ എല്ലാവർക്കും ഒരു എത്ര ml ബ്ലഡിന് ഇപ്പൊ പകുതി ബ്ലഡ് ഇരട്ടിയെടുത്താൽ അതിന്റെ പകുതി സിറം കിട്ടുന്നുള്ള രൂപമായി കഴിഞ്ഞു. എങ്കിലും അതൊന്ന് റെഫർ ചെയ്യണം. അതൊന്ന് റെഫർ ചെയ്യണം. എല്ലാവർക്കും റെഫർ ചെയ്യാം. എല്ലാവർക്കും ഗൂഗിൾ ചെയ്യാം, വേറെ ബുക്ക് നോക്കാം, ചോദിക്കാം, എല്ലാ വശം നോക്കിയിട്ട് അതിന്റെ ഉത്തരം ഇപ്പൊ തന്നെ കണ്ടുപിടിച്ചോളൂ. വേണമെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴും ഗൂഗിൾ ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും ഉത്തരം കണ്ടുപിടിച്ചിട്ട് ഇതാണ് എന്റെ ആൻസർ എന്നത് കഴിയുന്നതിനിടയ്ക്ക് തന്നെ പറയാം. ഓക്കെ, അനക കണ്ടിന്യൂ ചെയ്യാം. Okay, sir. Next question, ninth question. Classic hemophilia is primarily related to which of the following coagulation factor? Classic hemophilia എന്ന് പറയുമ്പോൾ ഏതാണ്? Hemophilia A ആണോ, B ആണോ, C ആണോ? Hemophilia A ആണ് ക്ലാസിക് ഹീമോഫീലിയ എന്ന് പറയുന്നത്. അതെ, റൈറ്റ് ആണ്. ഫാക്ടർ 8 ഡെഫിഷ്യൻസി ആണ് വരുന്നത്. അപ്പൊ ഫാക്ടർ 9ന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നത് ഏതാണോ അറിയോ? ഹീമോഫീലിയ ബി ഫാക്ടർ 9 ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതാണ്. ആൻഡ് ഫാക്ടർ 11ന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നത് ഹീമോഫീലിയ ബി അല്ലെങ്കിൽ ക്രിസ്മസ് ഡിസീസ് എന്ന് പറയും. ഓക്കെ, ഫാക്ടർ 11ന്റെ ഡെഫിഷ്യൻസി കാരണം ഹീമോഫീലിയ സി ആണ് വരുന്നത്. പിന്നെ ഓപ്ഷനിലുള്ളത് ഫാക്ടർ 4 ആണ്. 4ന്റെ ഡെഫിഷ്യൻസിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പേരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ആരെങ്കിലും അറിയിച്ചെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, ആർക്കെങ്കിലും അറിയാം അങ്ങനെ എന്തെങ്കിലും പേരുണ്ടോ? ഫാക്ടർ 4 കാൽഷ്യം ആണ് വരുന്നത്. കാൽഷ്യം ഡെഫിഷ്യൻസിയിലും കുറെ നമ്മുടെ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഹിമോഫീലിയ A B C എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും പേരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയോ അതിനെപ്പറ്റി? എന്തായിരുന്നു ചോദ്യം? സർ, നമ്മളിപ്പോ ഈ തന്നിട്ടുള്ള 3 ഓപ്ഷനിലും നമ്മൾ ഹീമോഫീലിയ A B C ഓപ്ഷൻസ് ഉണ്ട്, ഫാക്ടേഴ്സ് ഉണ്ട്. ഫാക്ടർ 4 ഡെഫിഷ്യൻസിക്ക് അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പേരുകൾ പറയുന്നുണ്ടോ ഡിസീസിന് എന്നുള്ളതാണ്. ഫാക്ടർ 4 അങ്ങനെ നമ്മൾ ഫാക്ടർ 4 ഏതാ? കാൽഷ്യം അല്ലേ? കാൽഷ്യം കാൽഷ്യത്തിന്റെ അങ്ങനെ വേറെ പ്രത്യേക ഡിസീസ് ഒന്നുമില്ല. കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ മെന്റൽ ഡിസീസ് ഏതോ വരുന്ന സമയത്ത് കാൽഷ്യം കുറയും. ചില മാനസിക പ്രശ്നങ്ങളിൽ അങ്ങനെയുള്ള പ്രശ്നത്തിൽ കാൽഷ്യം കുറയും. കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ബോണിന്റെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളല്ല. പ്രത്യേകമായിട്ട് നമ്മൾ ഒരു പ്രത്യേക ഡിസീസിന്റെ പേരൊന്നുമില്ല ഫാക്ടർ 4 ഡെഫിഷ്യൻസിന്റെ. അങ്ങനെ ഞാൻ അറിവില്ല. ഉണ്ടോ എന്ന് അറിയില്ല. ആരെങ്കിലും ഉണ്ടോ ഫാക്ടർ 4 ഡെഫിഷ്യൻസി? ഗൂഗിൾ ചെയ്തോളൂ. ഫാക്ടർ 4 ഡെഫിഷ്യൻസി. പ്രോത്രോംബിൻ വരില്ല. പ്രോത്രോംബിൻ എത്രയാ വരിക? പ്രോത്രോംബിൻ ഏതാ വരിക? ഫാക്ടർ 4 രണ്ടല്ലേ? കാൽഷ്യത്തിന് നമ്മൾ സാധാരണ നമുക്ക് സാധാരണ റിക്കറ്റ്സി അങ്ങനെയുള്ള ബോണായിട്ട് ബന്ധപ്പെട്ട ഡിസീസുകളൊക്കെ വരും. പിന്നെ ചില മാനസിക സൈക്യാട്രിക് പ്രശ്നങ്ങളിൽ കാൽഷ്യം ഡെഫിഷ്യൻസി വരും. അത്രയൊക്കെ ഉള്ളൂ. അതിന് ബയോകെമിസ്ട്രി ഒക്കെ ഷാജി വേറെ കാൽഷ്യം ഡെഫിഷ്യൻസി വരുന്നത് കാൽഷ്യം നമ്മൾ അധികം. പിന്നെ വൈറ്റമിൻ ഡി അബ്സോർപ്ഷനും കാൽഷ്യവും ഒക്കെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അല്ലാതെ പ്രത്യേക ഒരു ഡിസീസ് ഡെഫിഷ്യൻസി പറഞ്ഞിട്ട് വരുന്നില്ലല്ലോ. ഡെഫിഷ്യൻസി ഹീമോഫീലിയ എന്ന് പറയുന്ന മാതിരി അതേമാതിരി ഫാക്ടർ 4 ഡെഫിഷ്യൻസിക്ക് ഒരു ഡിസീസ് അങ്ങനെ പേര് പറയുന്നില്ല. ഇല്ല, ഒന്നും പറയുന്നില്ല സാർ. അതൊരു കോമൺ ജനറൽ ടേം ആണ്. അത് കാൽഷ്യത്തിന് കുറവ് വരുന്ന അസുഖങ്ങളെ വരുന്നുള്ളൂ. അല്ലാതെ ഒരു ജനറൽ ടേം ആയിട്ടും അങ്ങനെ ഒന്നും വരുന്നില്ല ഫാക്ടർ 4ന്. അതൊരു കൺഫ്യൂസിംഗ് ആയിട്ട് വെറുതെ ഇട്ടിരിക്കുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കാം.
അല്ല അത് വേറെ കുറെ ഫാക്ടർ 8 എന്ന് പറഞ്ഞാൽ 5 അപ്പുറം ഇട്ട പോലെ ഇത് ഒന്ന് ഇപ്പുറം കിടക്കട്ടെ വിചാരിച്ചിട്ടതാ. അതെ അതെ, അതുകൊണ്ട് അല്ല ഇതൊക്കെ ഈ ചോയ്സ് എന്ന് പറയുന്നത് പലരും ചോയ്സ് എന്ന് പറഞ്ഞാൽ ആൻസർ കിട്ടും, പിന്നെ ചോയ്സ് 3 കിട്ടാൻ അത് ഉണ്ടാക്കാനാണ് പാട്. അതെ അതെ ഇപ്പം ക്വസ്റ്റ്യൻ അനക്ക് ഉണ്ടാക്കിയപ്പോ അനക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും പാടില്ല, ആൻസർ ഉണ്ടാക്കാനും പാടില്ല. പക്ഷെ ബാക്കി 3 ഉണ്ടാക്കാൻ ഭയങ്കര സമയം എടുക്കും അല്ലേ അനക? ബാക്കി 3 ഉണ്ടാക്കാനാണ് സമയം എടുക്കുന്നത്. അന്നപ്പോ സമയം എടുക്കുമ്പോൾ അതിനോട് പറ്റിയൊരു ആൻസർ കിട്ടില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫില്ല് ചെയ്യും. അതാണ് അതിന്റെ ഒരു സൈക്കോളജി. അതുകൊണ്ട് അങ്ങനെ ഒരു ഫാക്ടർ പോർന്നിട്ട് അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഓക്കെ, ഇല്ല, അതായത് ഞാൻ അങ്ങനെ ബാക്കി 3 ഫാക്ടേഴ്സിന്റെയും കാര്യം അറിയാം, പക്ഷെ ഫാക്ടർ 4 അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാത്തോണ്ട് ജസ്റ്റ് ആർക്കെങ്കിലും അറിയുന്നുള്ളത് ചോദിച്ചു എന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് അങ്ങനെ ഇട്ടതാണ്. അതേപോലെ സാർ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്ന വേറെ കാര്യം, ഈ 8ാമത്തെ ക്വസ്റ്റ്യൻ ഇട്ടപ്പോ ഫ്ലൂയിഡ് സെപ്പറേറ്റഡ് ഫ്രം ആന്റികോയാഗുലേറ്റഡ് ബ്ലഡ് എന്നായിരുന്നു ഞാൻ ആദ്യം ഇട്ടത്. എന്നിട്ട് ഞാൻ പ്ലാസ്മ ആൻസർ ഇട്ടു. എന്നിട്ട് പിന്നെ ഞാൻ ഓപ്ഷൻ ഉണ്ടാക്കുകയാണ്, ഇനിയിപ്പോ എന്തൊക്കെ ഒരു ഓപ്ഷൻ എന്തായാലും സെറാണ്, പിന്നെ ഇനിയിപ്പോ വേറെ എന്താ 2 ഓപ്ഷൻ കൊടുക്കാന്ന്. അപ്പൊ ഇങ്ങനെ ആലോചിച്ച് പിന്നെ എന്റെ മൈൻഡിലേക്ക് വന്ന 2 കാര്യം PRP FFP. അപ്പൊ നോക്കുമ്പോ PRP FFP ഒക്കെ നമ്മള് ആന്റികോയാഗുലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് തന്നെ അടിക്കുന്നത്. അപ്പൊ പിന്നെ ആ ക്വസ്റ്റിന്റെ ഓപ്ഷൻ ആയിട്ട് അത് കൊടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഞാൻ ആന്റികോയാഗുലേറ്റഡ് ബ്ലഡ് മാറ്റിയിട്ട് നോൺ ആന്റികോയാഗുലേറ്റഡ് ബ്ലഡ് എന്നാക്കിയത്. അപ്പോഴാണ് ബാക്കി 3 ആന്റികോയാഗുലേറ്റഡും സെറം മാത്രം നോൺ ആന്റികോയാഗുലേറ്റഡ് ആയിട്ട് ആൻസറും വരുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനല്ല പാട്, ഏറ്റവും കൂടുതൽ പാട് ഇതിന്റെ ഓപ്ഷൻസ് ഉണ്ടാക്കാൻ തന്നെ. നല്ലൊരു തിങ്കിങ് ആണ് അവിടെ. അതെ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫുൾ ഫോം ഓഫ് EDT എന്താണ്? എല്ലാവർക്കും അറിയാലോ, പക്ഷെ ഇങ്ങനെ ഓപ്ഷൻ കാണുമ്പോൾ നമ്മൾ തെറ്റിക്കാൻ പാടില്ല. ഏത് ഓപ്ഷൻ ആണ് ഇതിൽ വരുന്നത്? ഓക്കെ, എല്ലാരും കറക്റ്റ് ആയിട്ട് ആൻസർ പറയുന്നുണ്ട്. എഥിലീൻ ഡയാമിൻ ടെട്രാ അസെറ്റിക് ആസിഡ് ആണ് വരുന്നത്. ഒരു പ്രാവശ്യം എക്സാം എനിക്കും നല്ല കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയത്, അതുകൊണ്ടാണ് അന്ന് വന്ന ഓപ്ഷൻസ് എങ്ങനെയൊക്കെയായിരുന്നു ആലോചിച്ചിട്ട് ഞാൻ ഇതേപോലെ ഓപ്ഷൻസ് ഇട്ടത്. ലൈക് ചെറിയ സ്പെല്ലിങ്ങിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വരുമ്പോൾ നമുക്ക് തന്നെ പെട്ടെന്ന് കൺഫ്യൂസിങ് ആയി തോന്നും ഏതായിരുന്നു. പ്രത്യേകിച്ച് എക്സാമിന്റെ ഹോളിൽ ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാം മൊത്തത്തിൽ കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള കൺഫ്യൂഷൻ ഇനി എന്തായാലും വരില്ലല്ലോ. എഥിലീൻ ഡയാമിൻ ടെട്രാ അസെറ്റിക് ആസിഡ് എനിക്ക് എന്തായാലും വരില്ല. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും വരാതിരിക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, ഡബിൾ ഓക്സലേറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് വിച്ച് ഓഫ് ദി ഇതിലെ ഒരു ഫോളോയിങ്? ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അതില് ഡൈപൊട്ടാസ്യം ആണോ ട്രൈപൊട്ടാസ്യം ആണോ അങ്ങനെ ഒരു കൺഫ്യൂഷിങ് സാധനം കൂടെ ഇടയ്ക്ക് വരാറുണ്ട്. കോമൺലി യൂസ് ചെയ്യുന്നത് ഏത്? ഡൈപൊട്ടാസ്യം ആണോ ട്രൈപൊട്ടാസ്യം ആണോ ഡൈസോഡിയം ആണോ ട്രൈസോഡിയം ആണോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. EDTയുടെ ഡൈസോഡിയം, അതെ 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 അതെ. K3EDT ആണോ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മൾ K2EDT ആണോ? ഡൈപ്പൊട്ടാഷ്യം ആണ്, ഡൈപ്പൊട്ടാഷ്യം സൾട്ടാണ്. അതെ അതെ അതെ. അത് ട്രൈപ്പൊട്ടാഷ്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മോർ സോലുബിൾ ആണ് വാട്ടറിൽ. അത് ഉപയോഗിക്കാറുണ്ട്. അത് സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഡൈപ്പൊട്ടാഷ്യം സൾട്ടാണ്. നമ്മളെ EDT വയലൊക്കെ ഇല്ലേ? ഹലോ കൃഷ്ണകീർത്തി, അതെ 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 അതെ. ഡൈപ്പൊട്ടാഷ്യം ആണ് സാധാരണ ഉപയോഗിക്കുന്നത്, കൂടുതൽ ഡൈപ്പൊട്ടാഷ്യം ആണ്. ട്രൈപ്പൊട്ടാഷ്യം ഉണ്ട്, അത് കോസ്റ്റ്ലി ആണ്. പൈസ കൂടുതൽ കൊടുത്തിട്ട് എന്തിനാ നമ്മൾ വെറുതെ, വലിയ വ്യത്യാസമൊന്നുമില്ല. RBC മോർഫോളജി കോമൺ ലാബിൽ യൂസ് ചെയ്യുന്നത് K2EDT അത് തന്നെയാണ്. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ ഒരു സ്റ്റുഡന്റ് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രൈപ്പൊട്ടാഷ്യം ഡൈപ്പൊട്ടാഷ്യം തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. മോർഫോളജിയിലായാലും ശരി, പാരാമീറ്റേഴ്സിലായാലും ഒന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ട്രൈപ്പൊട്ടാഷ്യത്തിന് വില കൂടുതലാണ്. വില കൂടിയത് വാങ്ങി വെക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് മറ്റേ തന്നെ ഒരേ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഡൈപ്പൊട്ടാഷ്യം ഉപയോഗിക്കാം, അതന്നെ ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. സാറേ, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ ഈ വാക്യൂട്ടൈനർ യൂസ് ചെയ്യുന്ന സമയത്ത് പിന്നെ SST ഉണ്ടാവും, പിന്നെ ചില ആൾക്കാർ VDTA യൂസ് ചെയ്യും, പല ട്യൂബ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ചില ആൾക്കാർ ഈ ഓർഡറൊക്കെ മറന്നിട്ട് ഡയറക്റ്റ് EDTയിൽ എടുക്കും. EDTയിൽ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അത് ബ്ലഡ് സ്റ്റോപ്പ് ആവും. എന്നിട്ട് അവരെന്ത് ചെയ്യും? സിറത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, SST ട്യൂബിലേക്ക്. അതെ, ക്ലാസ് ആണ് ഷാൻ. SST ട്യൂബിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ അതിൻ്റെ ഡോക്ടർ റിക്വസ്റ്റ് ചിലപ്പോൾ കാൽഷ്യം ആയിരിക്കും, അല്ലെങ്കിൽ പൊട്ടാസ്യം ആയിരിക്കും. ഇങ്ങനെയുള്ള അവസരത്തിൽ അത് ഭയങ്കരമായിട്ട് ക്ലിനിക്കലി ഭയങ്കര ഇഫക്റ്റ് ആവും. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ നമ്മൾ EDTയിൽ എടുത്ത സാമ്പിള് മറ്റുള്ളതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യരുത്. അത് നമ്മൾ ഒന്നാമത് പൊട്ടാസ്യം കാൽഷ്യത്തിനെയും ഈ 2 പാരാമീറ്ററിനെയും ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ സാറിപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. K3യും പിന്നെ കീലേഷൻ ഓഫ് കാൽഷ്യം എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നമ്മൾ
പറഞ്ഞിട്ടുണ്ട്. എത്തിലീൻ EDTA ഫംഗ്ഷന് അതുകൊണ്ടാണ് കീലേഷൻ ഓഫ് കാൽഷ്യം. ഓക്കെ, കണ്ടിന്യൂ. അനക അൺമ്യൂട്ട് ചെയ്തു. സോറി ഓക്കെ, മ്യൂട്ട് ആയിരുന്നു. ഓക്കെ, 11th ക്വസ്റ്റ്യൻ അമോണിയം ഓക്സലേറ്റും പൊട്ടാസ്യം ഓക്സലേറ്റും. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഒരാൾക്ക് ഷ്രിങ്കേജ് എഫക്റ്റും ഒരാൾക്ക് സ്വെല്ലിംഗ് എഫക്റ്റും ആണ് ഉള്ളതെന്നൊക്കെ. അത് ആരാ എന്നൊക്കെ ഓർമ്മ ഉണ്ടോ? അമോണിയം ഓക്സലേറ്റ് RBCയിൽ സ്വെല്ലിംഗ് എഫക്റ്റ് ആണ് കോസ് ചെയ്യുന്നത്. പൊട്ടാസ്യം ഓക്സലേറ്റ് ആണെങ്കിൽ ഷ്രിങ്കേജ് എഫക്റ്റ് ആണ് കോസ് ചെയ്യുന്നത്. അപ്പൊ അതിനെ രണ്ടിനെയും കൂടി ബാലൻസ് ചെയ്തിട്ട് ഒരു ആന്റികോയാഗുലന്റ് ആക്കി മാറ്റിയതാണ് ഈ ഡബിൾ ഓക്സലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബെറ്റർ പ്രിസർവേഷൻ ഓഫ് റെഡ് സെൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അന്ന് ക്ലാസ് എടുത്തപ്പോ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ. അനക്ക എന്താ നമ്മളെ പ്ലേറ്റ്ലെറ്റ് ചെയ്യുമ്പോ ഒരു സൊല്യൂഷൻ ചെയ്യുമല്ലോ നമ്മൾ, എന്താണ് റീസക്കർ, എന്തൊരു സൊല്യൂഷൻ അല്ലേ അതിന്റെ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് പ്ലേറ്റ്ലെറ്റിന്റെ എന്തായിരുന്നു അത്? റീസക്കർ ഫ്ലൂയിഡ്. ഞാൻ എന്തോ ഇങ്ങനെ കോഡൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്. അമ്മേ പ്ലേറ്റ് പൊട്ടി, അമ്മേ അടി സക്കേ പ്ലേറ്റ് പൊട്ടി. ഞാനേ ഒരു കോഡ് ഇങ്ങനെ അമോണിയം ഓക്സലേറ്റ്. യെസ് വൈശാഖ് ഉണ്ട് അല്ലേ? വെരി ഗുഡ്. അപ്പൊ ഞാനിങ്ങനെ അത് പറഞ്ഞപ്പോ അനക്കിങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ ഓർത്തായിരുന്നു, പണ്ട് ഇങ്ങനെ പഠിച്ചിരുന്നു. അമ്മേ അടി പൊട്ടി, അമ്മേ അടി പ്ലേറ്റ് പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അടി സക്കേ, അമ്മേ അടി സക്കേ പ്ലേറ്റ് പൊട്ടി എന്നാണ് പ്ലേറ്റ്ലെറ്റിന്. അപ്പൊ RBCനെ പൊട്ടിച്ചിട്ട് പ്ലേറ്റ്ലെറ്റ് കാണിക്കാൻ. അപ്പൊ വിട്ടേക്കും, അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം, രസകരമായിട്ട് പഠിക്കാം അല്ലേ വൈശാഖേ? അല്ല വൈശാഖ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൃഷ്ണകീർത്തി ഒരു ഡൗട്ട് വന്നിരുന്നു. നമുക്ക് 2 ml സിറം കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ml ബ്ലഡ് വേണം? എന്തോ സെറം കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് 4 ml ബ്ലഡ് എടുത്താൽ മതി. ആ ഒരു ക്രൈറ്റീരിയയിൽ മാത്രമേ നമുക്ക് പറയാനായിട്ട് 50%. ആ ഒരു ക്രൈറ്റീരിയ മാത്രമേ നമുക്ക് നിലവിലുള്ളൂ. ശരി, ഓക്കെ. കൃഷ്ണമൂർത്തി കേൾക്കുന്നുണ്ടല്ലേ? കൃഷ്ണകീർത്തി ക്ലിയർ ആണ്. Okay, next question. 12th example for wet anticoagulant. ഏതാണ് വെറ്റ് ആന്റികോയാഗുലന്റ്? ആൻസർ എ ആണ് വരുന്നത്. വെറ്റ് ആന്റികോയാഗുലന്റ് സിട്രേറ്റ്. ബാക്കി ഓക്സലേറ്റും ഫ്ലൂറൈഡും EDTA ഒക്കെ നമ്മൾ പൗഡർ ഫോമിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എ ആണ് ആൻസർ. അത് കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ 13 ആന്റികോയാഗുലന്റ് ടു ബ്ലഡ് റേഷ്യോ ഓഫ് ട്രൈസോഡിയം സിട്രേറ്റ് ഫോർ കൊയാഗുലേഷൻ സ്റ്റഡീസ്. ഏതിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കൊയാഗുലേഷൻ സ്റ്റഡീസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആൻസർ വരുന്നത് 1:9 അല്ലേ? ആൻസർ എ. ഓക്കെ, ആൻസർ എ ആണ്. ഇനി 1:4 റേഷ്യോ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? യെസ്, ESRന്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ട്, ESR എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ 1:4 റേഷ്യോയിലുള്ള ഒരു ബ്ലാക്ക് ക്യാപ്പ് ഉള്ള ആന്റികോയാഗുലന്റ് ബോട്ടിൽസ് യൂസ് ചെയ്യുന്നത്. ഈ ട്രൈസോഡിയം സിട്രേറ്റ് നമ്മൾ എത്ര പെർസെന്റേജ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്? അത് ഓർമ്മയുണ്ടോ? ട്രൈസോഡിയം സിട്രേറ്റ് അതെ 3.8% ആണ്. 3.2 അല്ല, 3.8%. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എന്തിനാണ് കൊയാഗുലേഷൻ സ്റ്റഡീസിന് 1:9 ഉപയോഗിക്കുന്നത്? അതിന് 1:4 എടുത്താൽ ചെയ്തുകൂടെ കൊയാഗുലേഷൻ സ്റ്റഡീസ്? ഇപ്പൊ BT, INR, ABTD ഒക്കെ 1:9 തന്നെ വേണമെന്നുണ്ടോ? 1:4 എടുത്താൽ എന്താ പ്രശ്നം? കൊയാഗുലേഷൻ സ്റ്റഡീസ് പറയുമ്പോൾ നമുക്ക് PT, INR, PT, APTT ഒക്കെ അല്ലേ ടെസ്റ്റ് ചെയ്യേണ്ട അവിടെ? അതിന് 1:4 എടുത്താൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കും. രണ്ടിന്റെ പെർസെന്റേജ് വ്യത്യാസമില്ലേ? 3.2, 3.8. അല്ല, പെർസെന്റേജ് അല്ല, 1:9 ആക്കുന്ന എന്തിനാ? 1:4 എടുത്തിട്ട് PT, APTT ഒക്കെ ചെയ്താൽ എന്താ പ്രശ്നം? കാൽഷ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന് PT, INR ചെയ്താൽ എന്താ പ്രശ്നം? ESRനോട് ബ്ലഡ് എടുത്തിട്ട് PT, INR ചെയ്താൽ എന്താ പ്രശ്നം? സാർ, ESRന് ഇപ്പൊ 1:4 ആകുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് സിട്രേറ്റിന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ റിയേജന്റ് ആയിട്ട് കാൽഷ്യം ആഡ് ചെയ്യുന്നുണ്ടല്ലോ PT, INR, APTT. അപ്പൊ അതൊരു വിഷയമാവില്ലേ? അതായത് ഡൈല്യൂഷൻ കൊണ്ടാണെന്നാ പറയുന്നത്. അല്ല സാർ, അതിന്റെ കോൺസെൻട്രേഷൻ കൂടുതലല്ലേ? അതന്നെ ഏത്
1:4 എടുക്കുമ്പോഴേ ആ അല്ല മറ്റേ സോഡിയം 1:9 സിട്രേറ്റിന്റെ ആണ് കോൺസെൻട്രേഷൻ ഞാൻ പറഞ്ഞ സോഡിയം സിട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ കൂടുതലാണ്. അതെ. പിന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വിദേശങ്ങളിലൊക്കെ വരുന്ന ഈ സോഡിയം സിട്രേറ്റിൻ്റെത് ഈ കോയാഗുലേഷൻ ട്യൂബ് ഇപ്പോൾ ബ്ലൂ ക്യാപ്പുള്ള ട്യൂബ് വരുന്നത് നമ്മൾ പറയുന്നത് 3.2% അല്ലേ പറയുന്നത്. ഇവിടെ വരുമ്പോൾ 0.1 മോളാർ എന്ന് പറഞ്ഞിട്ടാവും ചിലപ്പോൾ വരാറ്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പറയുന്നത് ട്യൂബിൻ്റെ മുകളിൽ ചിലപ്പോൾ 0.1 മോളാർ എന്നാണ് വരിക ഈ കോയാഗുലേഷൻ സ്റ്റഡിക്ക് വരുന്ന ബ്ലൂ ക്യാപ്പ് ട്യൂബിന്. Okay, next question. Order of അടുത്തത് draw of blood. അല്ല 14th question. Order of draw of blood. അല്ല എന്തായിരുന്നു എന്റെ ആൻസർ ആദ്യം കേട്ടായോ കളക്ട് ചെയ്യുന്നത്? സാറേ? അത് കംപ്ലീറ്റ് ആയോ? ഡിസ്കഷൻ കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയിട്ടില്ല. അതിന്റെ അത് റീസൺ ആൻസർ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ക്ലിയർ ആയില്ല. എങ്ങനെ? നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് പോവല്ലേ? കംപ്ലീറ്റ് ചെയ്ത് പോവാ. എങ്ങനെ അറിയോ? നമ്മളിപ്പോഴ് നമുക്ക് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് എല്ലാം അവിടെ ഇൻഡാക്റ്റ് ആയിട്ട് വേണ്ടത്. നമുക്ക് APTT BT ഒക്കെ ചെയ്യണമെങ്കിൽ ശരിക്കും ഈ കൊയാഗുലേഷൻ സ്റ്റഡീസ് ഒക്കെ ഏറ്റവും നല്ലത് ആന്റി കൊയാഗുലന്റ് ഉപയോഗിക്കാതെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്നും അവിടെ കിട്ടൂലല്ലോ, പ്രോട്ടായി പോകുമല്ലോ, ഈ സാധനം കിട്ടൂലല്ലോ. അതുകൊണ്ട് മിനിമം ആന്റി കൊയാഗുലേഷൻ, അതായത് നമ്മുടെ ഫാക്ടേഴ്സ് ഒക്കെ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു മിനിമം ആന്റി കൊയാഗുലേഷൻ, അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ മുമ്പ് വായിച്ചതാണ്. ഒരു ക്ലാരിറ്റിക്ക് അല്ല, ഞാൻ കുറച്ചുകൂടെ പോസ് ചെയ്തതാണ്. ആർക്കും അറിയെങ്കിൽ പറഞ്ഞോട്ടെ നേരിട്ടാ. ഇത് ഞാൻ റെഫർ ചെയ്ത് ഉത്തരം പറയുന്നത്. മിനിമം ആന്റി കോയാഗുലേഷൻ അതങ്ങനെ തന്നെയാണ് സാറേ. ഈ 1:9 എന്ന് പറയുമ്പോൾ ആന്റികോയാഗുലന്റ് ബ്ലഡ് റേഷ്യോ വരുമ്പോൾ ആന്റികോയാഗുലന്റ് അളവ്, അതായത് സിട്രേറ്റിന്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പൊ അവിടെ കൊയാഗുലേഷൻ ഫാക്ടേഴ്സിന് പ്രിസർവ് ചെയ്യാനും വളരെ കുറവായിരിക്കും. ആ കോയാഗുലേഷൻ അതേസമയം പ്രത്യേകിച്ച് PTINR കാൽഷ്യം ഇന്റർഫിയർ ചെയ്യത്തൂല്ല. പിന്നെ അതുപോലെ തന്നെ സാറേ, നമ്മൾ ഈ കളക്ഷന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ആയിട്ട് വോള്യം മെൻഷൻ ചെയ്യുന്നത് ഈ കോയാഗുലേഷൻ ട്യൂബ്സിനാണ്. നമ്മൾ ആ അണ്ടർഫിൽ ഓവർഫിൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ശരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയണത് കോയാഗുലേഷൻ ട്യൂബ്സിൽ ബ്ലഡ് കളക്ട് ചെയ്യുമ്പോഴാണ്. മറ്റേ ഓവർഫില്ലും അണ്ടർഫില്ലിങ്ങും മോർ ദാൻ 10% ആണെന്നുണ്ടെങ്കിൽ അത് റിജക്ഷൻ ആണ്, സാമ്പിൾ റിജക്ഷൻ ആണ്. അത് ഈ ഒരു കാരണം കൊണ്ടാണ്. അതായത് ഈ ഇതിന്റെ എഫക്റ്റ് ഏറ്റവും ലീസ്റ്റ് പോസിബിൾ എഫക്റ്റ് ഈ ഇതിനുണ്ടാവാൻ പാടുള്ളൂ നമ്മളെ സാമ്പിളിന്. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ സിഗ്നിഫിക്കൻ്റ് ആണ്. പിന്നെ PSCന്റെ ഒരു ഇതിൽ എന്ന് പറഞ്ഞാൽ PSCക്ക് സാധാരണ ചോദിക്കല് ഈ ബ്ലഡ് ടു ആന്റികോഗുലന്റ് റേഷ്യോ, ആന്റികോഗുലന്റ് ടു ബ്ലഡ് റേഷ്യോ എന്നിട്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. 1:4 4:1 1:9 9:1. അപ്പൊ അതിൽ ഫസ്റ്റ് ഏതാണോ പറയണത് അത് എഴുതണം. ബ്ലഡ് ആണ് ഫസ്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഹയർ നമ്പർ, ആന്റികോഗുലന്റ് ലോവർ നമ്പർ. കേൾക്കുന്നുണ്ടോ? സാധാരണ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. എന്നാൽ ഇപ്പം ബ്ലഡ് ടു ആന്റികോഗുലന്റ് എത്രയെന്ന് ചോദിക്കും. അപ്പൊ ബ്ലഡ് എപ്പോഴും 4 ആണെന്നുണ്ടെങ്കിൽ മറ്റേത് 1 ആണ്, 9 ആണെന്നുണ്ടെങ്കിൽ 1 ആണ്. അതിന് പകരം നേരെ ആന്റികോഗുലന്റ് ഇതാണ് നിങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ തെറ്റിപ്പോകും. ആ 4 ഓപ്ഷൻ ഉണ്ടാവും ചെയ്യും. അതിൽ ഒന്ന് ചോദിക്കുക കോയാഗുലേഷൻ സ്റ്റഡീസ്, മറ്റേ ചോദിക്കുക ESR വെസ്റ്റർഗ്രാൻഡ് മെത്തേഡ്, അങ്ങനെ ചോദിക്കുക. അപ്പൊ കാര്യം ഏതാണ്ട് ഒരു ഐഡിയയിലായല്ലോ അല്ലേ? ഏതാണ്ട് ഒരു ധാരണയിലെത്തി. നമ്മൾ റിലാക്സ് ആൻഡ് സ്റ്റഡി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടോ. ഇത്രയും റിലാക്സ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ എന്താ വെച്ചാൽ അതൊക്കെ ഇങ്ങനെ തലയിൽ കയറുന്നു. വളരെ സന്തോഷം. വൈശാഖ്, റിലാക്സ് ആൻഡ് ഡിസ്കസ് എന്നാണ് ഇന്നത്തെ സെഷന്റെ പേര്. ഹലോ സാറേ, കേൾക്കാൻ കഴിയും? റിലാക്സ് ആൻഡ് ഡിസ്കസ്. ഇന്നത്തെ സെഷന്റെ പേര് ചന്ദ്രസാറിട്ടിരിക്കുന്ന റിലാക്സ് ആൻഡ് ഡിസ്കസ് എന്നാണെന്ന്. ഓക്കെ സാർ. ഓക്കെ. അനഘയ്ക്ക് ബോറടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല സർ. എന്നാ ശരി, പുതിയ ഓക്കെ. കാര്യങ്ങൾ പഠിക്കല്ലേ, എനിക്കും അറിയില്ലായിരുന്നു ആക്ച്വലി എന്താണ് കറക്റ്റ് എന്താന്നുള്ളത്. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓർഡർ ഓഫ് ഡ്രോ ഓഫ് ബ്ലഡ്.
ഏതാണ് ഓർഡർ ഓഫ് ഡ്രോ ഓഫ് ബ്ലഡ്, ഏത് ഓപ്ഷനാണ് വരുന്നത്? ഓക്കെ, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഒരാള് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ എടുക്കുക ഒരു മിനിറ്റ്. ഇതിലേത് ESRന് 3.8%ഉം കൊയാഗുലേഷൻ 3.2%ഉം അല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഒരാൾ. ആരായിരുന്നു അത് ചോദിച്ചത്? മാഞ്ഞുപോയി. ആരോട്ടെ, അയാൾക്കൊന്ന് പറയാ, അൺമ്യൂട്ട് ചെയ്ത് പറയാ. ശരി. അന്നിപ്പോ അതെ, ഒന്ന് നമ്മള് സോഡിയം സിട്രേറ്റ് 2H2 കിട്ടും, 5H2 കിട്ടും. അതിന്റെ വാട്ടർ മോളിക്കൂളില്ലേ, ഹൈഡ്രേറ്റഡ് വാട്ടർ മോളിക്കൂൾ. വൈശാഖേ, കെമിസ്ട്രി ഞാൻ പറയുന്നത് ശരിയാണോ നോക്കണേ. അപ്പൊ 2H2 ഉണ്ടാവും. സോഡിയം സിട്രേറ്റിന്റെ ഫോർമുലയ്ക്ക് എതിരെ അവസാനം 2H2 ഉണ്ടാവും, പിന്നെ 5H2 ഉണ്ടാവും. ഈ 5H2 ആണെങ്കിൽ 3.2%ഉം 2H2 ആണെങ്കിൽ 3.8%ഉം എന്നല്ലേ ശരിക്കും? അതിന്റെ മോളിക്കുലർ വെയിറ്റ് ഒക്കെ കൂട്ടി വരുമ്പോൾ രണ്ടും സെയിം ആയിരിക്കില്ലേ? അത് നോക്കണ്ടേ, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ. വർക്കൗട്ട് ചെയ്യേണ്ട സമയമുണ്ട്. എന്തായാലും അങ്ങനെ ആയിരിക്കും, കാരണം ആൻഹൈഡ്രസും ഹൈഡ്രേറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇവിടെ വരുന്നു. അതാണ്. അപ്പോ സോഡിയം സിട്രേറ്റിന്റെ 2 വാട്ടർ മോളിക്കുലർ വെയിറ്റും 5 വാട്ടർ മോളിക്കുലർ വെയിറ്റോട് കൂട്ടിയിട്ട് നോക്കുമ്പോൾ ഒന്ന് 3.8% എടുക്കേണ്ടി, ഒന്ന് 3.2, രണ്ടും ഇക്വലന്റ് ആയിരിക്കും സംശയം നോക്കിക്കഴിഞ്ഞാൽ ഈ ചോദ്യത്തിനുള്ള കറക്റ്റ് ഉത്തരവാകും. അതെ, മൊളാരിറ്റി രണ്ടിന്റെ ഏകദേശം. അങ്ങനെയാണോ തോന്നണേ? 3.8% എടുക്കുകയാണെങ്കിൽ അതന്നെ 2H2 ആണെങ്കിൽ, അല്ല 5H2 ആണെങ്കിൽ 3.8 എടുത്താൽ മതി. അല്ല 2H2 ആണെങ്കിൽ 3.8, മറ്റേ ആണെങ്കിൽ 3.8. അതൊന്ന് റെഫർ ചെയ്യണേ ആരെങ്കിലും. ഇപ്പൊ തന്നെ റെഫർ ചെയ്യുക, അതിന്റെ ഇടയ്ക്കുള്ള സമയം കൊണ്ട്, ഇത് തീരുന്നതിന് മുമ്പേ. ഇപ്പൊ സാറേ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഓട്ടോമേറ്റഡ് മെഷീനുകളിൽ EDT ആണ് ESRനെ ആന്റികോയാഗുലന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഒരു 30 മിനിറ്റ്സ് കൊണ്ടൊക്കെ റിപ്പോർട്ട് കിട്ടുന്ന മെഷീൻസ് ഉണ്ട്. ഈവൻ 1 മിനിറ്റ് കൊണ്ട് കിട്ടുന്ന ടർബിഡിക്. അല്ല 20 സെക്കൻഡ്സ് കിട്ടുന്നുണ്ടല്ലോ. ഉണ്ട്, അതുണ്ട്. അത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണല്ലോ എന്റെ പ്രിൻസിപ്പിൾ. അത് പോട്ടെ. ഇനി ഇതിപ്പോ വൈശാഖ് ഒന്ന് നോക്കണേ. വൈശാഖേ. ഓക്കെ സാർ, നോക്കാം. നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരി. അതിപ്പോഴേ ഇനി അനഘ തുടങ്ങിക്കോ. അനഘ. ഓക്കെ. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആന്റികോയാഗുലന്റ് ഹാവിംഗ് ആന്റി ഗ്ലൈക്കോളിറ്റിക് എഫക്ട്. ഏതായിരുന്നു? ആന്റി ഗ്ലൈക്കോളിറ്റിക് എഫക്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മള് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആന്റികോയാഗുലന്റ് ട്യൂബ് ഉണ്ടായിരുന്നില്ലേ? അതെ, സോഡിയം ഫ്ലൂറൈഡ് ആണ് ആൻസർ വരുന്നത്. ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇനോലേസ് എൻസൈമിന്റെ ഒരു പോയിസൺ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അതാണ് ആന്റി ഗ്ലൈക്കോളിറ്റിക് എഫക്ട് തരുന്ന ആന്റികോയാഗുലന്റ് എന്ന് പറയാനുള്ള കാരണം. ഗ്രേ ക്യാപ്ഡ് ആയിരിക്കും സോഡിയം ഫ്ലൂറൈഡിന്റെ വാക്വോട്ടിനി ട്യൂബിന്റെ കളർ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻ ആൻസറിൽ ഉള്ളത്. ഇതിൽ എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ്, ഇപ്പൊ കുറെ കാര്യങ്ങൾ ഇപ്പൊ ഡിസ്കഷനിൽ എനിക്കും കിട്ടി, കുറെ പോയിന്റ്സ്. അപ്പൊ ഇനി എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും പറയാം. ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഓക്കെ, താങ്ക് യു അനഘ പി രമേശ്. പിന്നെ വളരെ സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് എടുത്തതുപോലെ തന്നെ ഇന്നും വളരെ നന്നായിട്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ കുറച്ചും കൂടി റിലാക്സ് ചെയ്ത് സമാധാനത്തോടു കൂടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ചന്ദ്രസാറിന്റെ നല്ലൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ അക്കാഡമിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാവരും ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. നമുക്ക് ധൃതിയൊന്നുമില്ല, വളരെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞു പോകുന്നു. നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് നമ്മൾ 8 to 9 ആ വായനയും ആ ഒരു കൾച്ചറും മൈൻഡിനൊക്കെ അതിനെ സെറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം കൊണ്ട്, അതുകൊണ്ട് നമ്മൾ മുടക്കണ്ടെന്ന് വിചാരിച്ചത് തീർച്ചയായിട്ടും. അതേപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നാളെ ഡോക്ടർ രാജലക്ഷ്മിയുടെ ഒരു സെഷൻ ഉണ്ട്. അതൊരു പബ്ലിക് സെഷൻ ആണ്, നിങ്ങൾക്ക് അറിയാലോ. എല്ലാവരെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം. നമ്മുടെ LS അക്കാഡമിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു അജണ്ടയാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരെയും എംപവർ ചെയ്യുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ തന്നെ MSc MLT ബയോകെമിസ്ട്രി ഒക്കെ പഠിച്ച്
ശ്രീജിത്ത് റേയിൽ നിന്ന് PhD എടുത്ത് ഇപ്പോ അമേരിക്കയിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ അവിടെ പോസ്റ്റ് ഡോക്ക് ഗവേഷകയാണ് ഡോക്ടർ രാജലക്ഷ്മി. അപ്പൊ നമുക്ക് വലിയ അഭിമാനവും സന്തോഷമാണല്ലേ അങ്ങനെ ഒരാൾ പോയിട്ട് അവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളത്. അപ്പൊ അവരുടെ യാത്ര എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ നമുക്ക് സയൻസിൽ ഇത്തരം മേഖലകളിൽ സയൻസിലെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, നമുക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? അപ്പൊ പ്രത്യേകിച്ചും ഫൈനൽ ഇയർ സ്റ്റുഡൻസ്, MSc കഴിഞ്ഞവര്, BSc കഴിഞ്ഞവര്, എല്ലാവരും നിങ്ങളെ അറിവിലുള്ള എല്ലാവരെയും അറിയിക്കുക. നമ്മളൊരു PSc കോച്ചിങ് എന്നതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇത് പെട്ടെന്ന് DME വിളിച്ച സമയത്ത് നമ്മളിങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ടാർഗറ്റും നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റി മൊത്തത്തിൽ എംപവർ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് അല്ലേ. അപ്പൊ നിങ്ങളെല്ലാവരും വരണം. എന്തെങ്കിലും സ്പാർക്ക് നമുക്ക് ഇത്തരം ആളുകളുടെ ടോക്കെന്നൊക്കെ എന്തായാലും കിട്ടും കേട്ടോ. എവിടെയെങ്കിലും ഒരു മിന്നൽ കിട്ടി എന്നൊക്കെ നമ്മൾ പറയില്ല, അതായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒരുപാട് മുന്നോട്ട് നയിക്കുക. അപ്പൊ നിങ്ങൾ എന്തായാലും വരണം. കാരണം നമ്മൾ 8 to 9 എന്തായാലും എല്ലാ ദിവസവും ഇരിക്കുകയാണ്. ഞായറാഴ്ച നമ്മൾ ഇങ്ങനത്തെ ടോക്കുകളിലൂടെ പോകും. അവസാനം PhD അടുത്ത PSc പരീക്ഷ പ്രഖ്യാപിച്ചു കഴിഞ്ഞാലൊക്കെ ആ 1-2 മാസം 2-3 മാസമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും എല്ലാവരും അറ്റൻഡ് ചെയ്യണം, മിസ് ചെയ്യരുത്. അതേപോലെ ഇത് കഴിഞ്ഞ ശേഷം പിന്നെ 20, 30, 29 അടുത്ത സാറ്റർഡേ, ഈ ഞായർ കഴിഞ്ഞ് പിന്നത്തെ സാറ്റർഡേ 3 വീക്കിലായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്വാളിറ്റി കൺട്രോളിന്റെ സെഷനാണ് വെച്ചിട്ടുള്ളത്. ഈ വിദേശ രാജ്യത്ത് പഠിച്ച് ഇപ്പൊ ഇവിടെ അബുദാബിയിൽ ജോലി ചെയ്യുന്ന ഒരു വളരെ നമ്മോടൊക്കെ പറഞ്ഞു തരാനും പഠിപ്പിക്കാനൊക്കെ താല്പര്യമുള്ള ഒരു ബയോകെമിസ്റ്റ് അല്ലെങ്കിൽ ഒരു ബയോകെമിക്കൽ പത്തോളജിസ്റ്റ് ആണ് ഉണ്ടാവുക. അവർ ഈജിപ്ഷ്യൻ സ്വദേശിയാണ്. പക്ഷെ നമ്മൾ ഇന്ത്യക്കാരോടൊക്കെ ഭയങ്കര താല്പര്യമാണ് അവർക്ക്. നമ്മൾ നന്നായിട്ട് ജോലി ചെയ്യുന്നു, നമുക്ക് കാര്യങ്ങൾ അറിയാന്നൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പറഞ്ഞു തരാനും ഇഷ്ടമാണ്. അപ്പൊ അവർ ഞാൻ ഈ സെഷൻ ഏറ്റപ്പോഴേ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ലത്തീഫ് ഒരു സെഷൻ വേണ്ട, നമുക്ക് 3 സെഷൻ ആയിട്ട് തന്നെ ചെയ്യാം ക്വാളിറ്റി കൺട്രോൾ. ഒന്ന് പ്രീ അനലിറ്റിക്കലും പോസ്റ്റ് അനലിറ്റിക്കലും എന്നുള്ള രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിങ്ങനെ സെഷൻ വെക്കാന്ന് പറഞ്ഞപ്പോഴേ അവര് പറഞ്ഞു ഞാൻ 3 സെഷൻ ചെയ്യാന്ന്. അവർ പഠിപ്പിക്കാനും താല്പര്യം, പറഞ്ഞു തരാനും താല്പര്യം, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചാല് ഇങ്ങനത്തെ ആളുകളുടെ സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളൊരു വിദേശ രാജ്യത്തൊക്കെ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇവരൊക്കെ എന്തായിരിക്കും ചോദിക്കുക എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് ആ സെഷൻ മിസ് ചെയ്യരുത്. പ്രത്യേകിച്ചും നിങ്ങൾ വിദേശ രാജ്യത്തേക്ക് വരുന്നു, നിങ്ങളൊരു ഹോസ്പിറ്റൽ ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഞാൻ അക്കമിട്ട് നിരത്തി പറഞ്ഞു തരാം. ഒരു ചോദ്യം, 1-2 ചോദ്യം നിങ്ങൾക്ക് QC ഔട്ട്ലെയറുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും ഉണ്ടാവും. അല്ലെങ്കിൽ കറക്റ്റീവ് ആക്ഷൻ നിങ്ങൾ എന്താ ചെയ്യാന്നതിനെ പറ്റി ഉണ്ടാവും. കാരണം അത് ഡെയിലി ഇവിടെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. 3 times എന്റെ നമ്മുടെ ലാബിൽ എന്തായാലും ഹെമറ്റോളജിയിലാണെങ്കിലും ബയോകെമിസ്ട്രിയിലാണെങ്കിലും 24 hours 2 times QC ചെയ്യും. അപ്പൊ ആ പ്രോട്ടോകോൾ പിന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നാട്ടിൽ നിന്ന് ആളുകൾ വരുന്ന സമയത്ത് അവർക്ക് പലപ്പോഴും ഈ മേഖലയിൽ ആൻസർ ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ എന്തായാലും ഈ സെഷനുകളൊക്കെ നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. അപ്പൊ നമ്മൾ റിലാക്സ് ആൻഡ് ഡിസ്കഷന് കൂടുതൽ പറഞ്ഞു പോയി എന്ന് മാത്രം. വൈശാഖ് സാർ ഇവിടെ ഉണ്ടല്ലോ. വൈശാഖ് സാറ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചോളൂ. നമ്മുടെ പിള്ളേരോടൊക്കെ ഒരു 65 പിള്ളേരുണ്ട്. ലത്തീഫ് സാറേ, ഇന്നലെ ആകസ്മികമായിട്ടാണ് ഒരു അൻസാർ കാര്യം കൂടി. എത്തിച്ചേർന്നത്. വളരെ ആകസ്മികമായിട്ട് അൻസാർ എത്തിച്ചേർന്നു. ഇന്ന് അതിലേറെ ആകസ്മികവും ആയിട്ട് വൈശാഖും വന്നു. അപ്പൊ ഒരു 10 മിനിറ്റ് നമുക്ക് കുട്ടികളോടൊന്ന് സംസാരിച്ചാലോ? PSC നെ പറ്റിയോ ലത്തീഫ് എന്തെങ്കിലും സാറേ, പറഞ്ഞു കൊടുക്കും അവർക്ക്. ലത്തീഫ് സാറേ, ഒരു മിനിറ്റ്. ഹലോ ലത്തീഫ്, അൺമ്യൂട്ട് ചെയ്തിട്ട്. കേൾക്കാം. ഓക്കെ. ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ. നമ്മുടെ ഒരു റൂബിഷ എന്നൊരു കുട്ടി ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും പിന്നെ ഓർഡർ ഓഫ് ഡ്രോ കൺഫ്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് പലർക്കും അത് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ആദ്യമേ ഇത് പറയട്ടെ, ഓർഡർ ഓഫ് ഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാക്യൂട്ടൈനറിൽ ബ്ലഡ് എടുക്കുന്ന സമയത്താണ് ഓർഡർ ഓഫ് ഡ്രോ വരുന്നത്. അല്ലാതെ നോർമലായിട്ട് സിറിഞ്ചിൽ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഹീൽ പ്രിക്കോ അങ്ങനെയുള്ള കേസുകളിലോ ഒന്നും ഒരിക്കലും നമ്മൾ ഓർഡർ ഓഫ് ഡ്രോ ബാധകമല്ല. അപ്പോൾ വാക്യൂട്ടൈനർ ആകുമ്പോൾ ഈ വാക്യൂട്ടൈനറിൽ നമ്മൾ ഈ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സാമ്പിൾ എടുക്കാം. ആ സാമ്പിളിനാണ് നമ്മൾ ഓർഡർ ഓഫ് ഡ്രോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബ് സ്റ്റെറൈൽ ട്യൂബല്ല. പലപ്പോഴും സ്റ്റെറൈൽ ട്യൂബല്ല യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ SST ആണെങ്കിൽ അതിനൊരു ക്യാപ്പ് ഉണ്ടാവും, അത് സ്റ്റെറൈലല്ല. EDTA ഉണ്ടാവും, സ്റ്റെറൈലല്ല. സോഡിയം സിട്രേറ്റ് ഉണ്ടാവും, സ്റ്റെറൈലല്ല. ഫ്ലൂറൈഡ് ഉണ്ടാവും, ഇതൊന്നും സ്റ്റെറൈലല്ല. അപ്പോൾ ഇതൊക്കെ ഓരോ തവണ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തും മൈക്രോബയോളജിക്കൽ കണ്ടാമിനേഷൻ പിന്നെ ഈ നമ്മളിപ്പോൾ ഈ ട്യൂബിൻ്റെ ഉള്ളിലുള്ള നീഡിലിന് സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എപ്പോഴും ഈ കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന സാമ്പിൾ എപ്പോഴും ബ്ലഡ് കൾച്ചറിന് വേണ്ടിയിട്ടായിരിക്കും. ബ്ലഡ് കൾച്ചർ മനസ്സിലായില്ല സംഭവം. ട്യൂബ് നമ്മൾ സ്റ്റെറൈൽ ട്യൂബ് അല്ല ഒരിക്കലും യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള
ആ കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബ്ലഡ് കൾച്ചർ ട്യൂബ് ആയിരിക്കും എപ്പോഴും ഫസ്റ്റ് എടുക്കുന്നത്. ഇപ്പം വരുന്ന ഇപ്പം ബി ഡി പോലുള്ള മെഷീൻസ്, ബി ഡിയുടെ ഒക്കെ കുറേ മെഷീൻസ് അവൈലബിൾ. ഓക്കെ, ബി ഡിയുടെ ഒക്കെ മെഷീൻസിൽ വരുന്ന വാക്യൂട്ടൈന ഇപ്പോൾ ബ്ലഡ് കൾച്ചർ ട്യൂബ്സ് ഉണ്ടാവും. അനറോബിക്കും എയറോബിക് ട്യൂബ്സ് ഒക്കെ അവൈലബിൾ ആണ്. ആ ട്യൂബ് വെച്ചിട്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ബ്ലഡ് എടുക്കാം. അതൊരു വാക്യൂട്ടൈനർ പോലെ ആക്ട് ചെയ്യും. നമുക്കത് സാമ്പിൾ എടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഒഴിക്കേണ്ട, സിറിഞ്ച് വെച്ച് ഒഴിക്കേണ്ട ഒരാവശ്യമില്ല. ഡയറക്റ്റ് പിന്നെ വാക്യൂട്ടൈനകത്ത് കയറുന്ന രീതിയിലാണ് അതിൻ്റെ നോസിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതാണ് ഫസ്റ്റ് ബ്ലഡ് കൾച്ചർ എടുക്കാനുള്ള കാരണം. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡാണ് വരുന്നത്. റെഡിൽ നമ്മൾ അഡിറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിലാകെ വരുന്നുണ്ടാവുക ഒരു പിന്നെ ക്ലോട്ട് ആക്ടിവേറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫാത്തിമ ഓക്കെ. അപ്പം അതുകൊണ്ട് അടുത്തത് പറഞ്ഞാൽ അഡിറ്റീവ്സ് ഒന്നും ഇല്ലാത്ത, ഒരു ആൻറ്റികോഗുലൻറ്റും ഇല്ലാത്ത ഒരു ട്യൂബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഇതിന് പിന്നെ ആൻറ്റികോഗുലൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ കാൽഷ്യം അല്ലെങ്കിൽ പിന്നെ പൊട്ടാസ്യം അങ്ങനെയുള്ള ഇപ്പം ഇ ഡി ടിയുടെ ഒക്കെ പൗഡർ ഫോം നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ക്യാപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഈ നീഡിലിൽ പറ്റിപ്പിടിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നെ SST ആണ് നെക്സ്റ്റ് എടുക്കുന്നതെങ്കിൽ അതിൽ പിന്നെ കാൽഷ്യത്തിനൊക്കെ വാല്യൂ ഭയങ്കരമായിട്ട് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത് നമ്മൾ എടുക്കുന്നത് റെഡ് ക്യാപ്പിലുള്ള ട്യൂബാണ്, സിറം ട്യൂബുകളാണ്. പിന്നെ അല്ലെങ്കിൽ യെല്ലോ എടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള ഹെപ്പാരിൻ്റെ പച്ച കളറാണ് അതിന് ഹെപ്പാരിൻ. അപ്പോൾ ചുവപ്പ് പച്ച, അപ്പോൾ CPM ലീഗൊക്കെ ഓർത്താൽ മതി അങ്ങനെയൊക്കെ വേണമെങ്കിൽ. ചുവപ്പ് പച്ച അങ്ങനെയുള്ള ട്യൂബുകളാണ് നമ്മൾ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വരുന്നത് കൊയാഗുലേഷൻ സ്റ്റഡീസ്. അല്ല, ഒരു മിനിറ്റ്, കൊയാഗുലേഷൻ അല്ല നമ്മൾ ആദ്യം എടുക്കണ്ടേ? കോഗുലേഷൻ എടുക്കണം. ഫസ്റ്റ് നമ്മൾ കോഗുലേഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്കാർഡ് ട്യൂബ് കൊടുക്കണം. കാരണം ഈ ത്രോംബിന്റെ ഈ സെൽസിന്റെ ഡാമേജ് വരുന്നുണ്ടല്ലേ. അതായത് നമ്മളത് വരില്ല, എന്താ പറയുക, ടിഷ്യൂ ഫാക്ടർ കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞിട്ട്. ടിഷ്യൂ ഫാക്ടർ കണ്ടാമിനേഷൻ വരുന്നോണ്ട് അതെ. മറ്റേത് SST കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതെടുക്കാം അല്ലേ, SST കഴിഞ്ഞാൽ നേരെ പിന്നെ ഇതെടുക്കാം, ബ്ലൂ ടോപ്പ് എടുക്കാം. ബ്ലൂ ടോപ്പ് എടുത്തിട്ട് പിന്നെയാണ് ഹെപ്പാരിൻ എടുക്കേണ്ടത് അല്ലേ? യെസ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹെപ്പാരിൻ എടുക്കുക. ബ്ലൂ കഴിഞ്ഞിട്ട് ഹെപ്പാരിൻ എടുക്കാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് പിന്നെ ഷുഗറിനുള്ളത്, അതിലിപ്പം ഒരു കണ്ടാമിനേഷൻ വന്നു കഴിഞ്ഞാലൊന്നും ഷുഗറിനെ ബാധിക്കാറില്ല. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഗ്രേ ട്യൂബ് എടുക്കാം. അതിന് തൊട്ട് മുമ്പായിട്ട് ഹെമറ്റോളജിക്കൽ സ്റ്റഡീസിന്, കാരണം CBC അല്ലെങ്കിൽ നമ്മളൊരു സ്ലൈഡ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്, പിന്നെ അല്ലെങ്കിൽ HB ഇലക്ട്രോഫോറസിസ്, A1C ഇത്രയും ടെസ്റ്റുകൾക്കാണ് നമ്മൾ EDTA യൂസ് ചെയ്യുന്നത്. അപ്പോൾ EDTA എടുത്തത്. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ഇനി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇതിന് ഞാനൊരു ഗംഭീര കോഡുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരും. ഓക്കെ, ഇതിനൊരു അടിപൊളി കോഡുമായിട്ട് ഞാൻ വരും. മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോഡ് ലത്തീഫ് സാർ ഉണ്ടാക്കി തരും. ഓക്കെ, റൂബിഷ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബ്ലഡ് കൾച്ചർ ഇങ്ങനെ ഓർത്താൽ മതി. ബ്ലഡ് കൾച്ചർ കണ്ടാമിനേഷൻ ട്യൂബ്, സ്റ്റെറൈൽ ട്യൂബല്ല യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ വേണ്ടത്? ബ്ലഡ് കൾച്ചർ ഫസ്റ്റ്. പിന്നെ അഡിറ്റീവ്സ് ഇല്ലാത്ത ട്യൂബ്സ് ആണ് SST അല്ലെങ്കിൽ പിന്നെ റെഡ്. പിന്നെ നമുക്ക് ടിഷ്യൂ കണ്ടാമിനേഷനൊക്കെ അപ്പോഴേക്കും അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് കൊയഗുലേഷന് വേണ്ടി യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഹെപ്പാരിൻ എടുക്കാം. ഹെപ്പാരിൻ കഴിഞ്ഞിട്ട് EDTA ലാസ്റ്റ് ആണ് നമ്മൾ ഫ്ലൂറൈഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വൈശാഖ് സാർ കണ്ടിന്യൂ. കേരളത്തിൽ അറിയപ്പെടുന്ന മിടുക്കനായ PSC കോച്ചാണ്, നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ കൂടെ ഇനിയുള്ള യാത്രയിൽ സജീവമായിട്ടുണ്ടാവും. ALSന്റെ ഭാഗമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഒരു അനിയനും സുഹൃത്തും ഒക്കെയാണ്. വളരെ സന്തോഷം. നമ്മൾ ഈ സംരംഭവുമായി മുന്നോട്ട് പോയപ്പോൾ എല്ലാവിധ സഹകരണവും കൂടെ ഉണ്ട് എന്നൊക്കെ അറിയിച്ചതിലൊക്കെ സന്തോഷം. നമ്മുടെ കൂടെ ഇടക്കിടക്ക് ഉണ്ടാവും അല്ലേ? വൈശാഖ് സാർ സംസാരിച്ചോളൂ. സാർ, എന്താണ് സംസാരിക്കേണ്ടതെന്നുള്ള വിഷയം എനിക്ക് അറിയില്ല. അതായത് ഇവരുടെ മീൻസ് ഇപ്പോ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ള ഒരു 60-ൽ കൂടുതൽ ആൾക്കാരും ഇപ്പൊ ഒരു PSCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അപ്പൊ എൻ്റെ ഒരു അനുഭവം തന്നെ പറയാം. ഞാനും നിങ്ങളെപ്പോലെയൊക്കെ PSC, അതായത് മീൻസ് പഠിക്കുന്ന സമയത്ത് തന്നെ PSC MLT ചന്ദ്ര സാറൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പഠിക്കാനായിട്ട് വരുന്നത്. പിന്നെ ചന്ദ്ര സാർ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കോഴിക്കോടേക്ക് മാറിപ്പോയി. ബട്ട് എനിവേ ആ ഒരു ടൈമിൽ തന്നെയും
ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന ഒരു ഒരു മൈൻഡിലുണ്ടായിരുന്നു. പക്ഷേ ടൈം പ്രോഗ്രസ് ചെയ്തപ്പോൾ അതിനേക്കാളേറെ എൻ്റെ മൈൻഡിനകത്ത് കയറി. അങ്ങനെ എടുത്തു. അപ്പോ ഞാൻ BSc-MLT സെക്കൻഡ് റാങ്ക് മേടിച്ചിട്ടാണ് പാസ്സായത്. കേരളത്തിന്റെ കുഹാസിന്റെ എൻട്രൻസും ഒക്കെ ഫസ്റ്റ് റാങ്ക് വന്നു. PSC ഇതിനേക്കാളൊക്കെ ലഘുവായിരിക്കും ഇതിക്ക് വരികയും ഞാൻ ആ ഒരു പാത്ത്, അതായത് ഞാൻ ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനേഷനോട് കൂടി ഞാൻ പറഞ്ഞു MSc-MLT ഒരു വർഷം ഞാൻ വായിക്കാത്ത ബുക്കില്ല. എനിക്കൊന്ന് ആരിഫിക്ക അന്ന് അയച്ചിരുന്ന ബുക്കുകളെല്ലാം അന്ന് പ്രദീപ് സാർ മുഹസിനിക്കയൊക്കെ എനിക്ക് തന്നിരുന്നു. അതിങ്ങനെ വായിച്ച് പഠിച്ച് തെറ്റായിട്ടാണ് MSc-MLT എൻട്രൻസ് എക്സാം എഴുതുന്നത്. അതിനുശേഷം ഫസ്റ്റ് PSC എക്സാം എഴുതുമ്പോൾ ഞാൻ അതിനെപ്പറ്റി വലിയ പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. ബിക്കോസ് ഒരു അഹങ്കാരം നമ്മുടെ മൈൻഡിൽ എപ്പോഴും വന്നു കയറും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റാങ്ക് ഒക്കെ മേടിക്കുന്ന സമയത്ത്. അപ്പോ LD ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ ട്രക്സ് കൺട്രോളിലെ എക്സാം ആയിരുന്നു. അത് എഴുതി മെയിൻ ലിസ്റ്റിൽ വന്നു, പക്ഷെ 10ാം റാങ്ക് ആയിരുന്നു, കിട്ടിയിട്ടില്ല. കാരണം അതിനകത്ത് ആകെ 6 വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും എനിക്ക് വല്ലതൊന്നും തോന്നില്ല, 10ാം റാങ്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ അതിനുശേഷം DME DHS എക്സാമിനേഷൻ 2017 അവിടെയും ഇതേ പരിപാടി അല്ലെങ്കിൽ ഇതേ തെറ്റ് തന്നെയാണ് ഞാൻ ആവർത്തിച്ചത്. ഞാൻ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ടോ അല്ലെങ്കിൽ പഴയ ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കിയില്ല. എനിക്കറിയാം, എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു സെറ്റപ്പിൽ അങ്ങ് പോയി. തീർച്ചയായിട്ടും അല്ല, ഫെയിൽ ആയാലും എഗെയിൻ ഒരു 44 DHS ട്രിവാൻഡ്രത്തിൽ 44ാമത്തെ റാങ്കും DMEയിൽ കഴിഞ്ഞ DMEയിൽ 138ാമത്തെ റാങ്കുമാണ് കിട്ടിയത്. പക്ഷെ അവിടം തൊട്ട്, അതായത് അപ്പോഴത്തേക്ക് MSc-MLT കഴിഞ്ഞു, MSc-MLT ഒക്കെ ഫിനിഷ് ചെയ്തു. കാരണം MSc-MLT കോളേജിന്റെ ഒരു ഇതിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും തോന്നും നമ്മൾ എന്തോ ഒരു നല്ല മീൻസ് എല്ലാവരും നോക്കുന്നു, ആയതോ 11 റാങ്ക് ഒക്കെ മേടിച്ചവൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. അപ്പൊ നമുക്ക് ആ ഒരു അഹങ്കാരം എന്ന് പറയുന്നൊരു സംഭവം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ നമ്മൾ വന്ന വഴി, അതായത് ഒരു കൃത്യമായ രീതിയിൽ വളരെ കൃത്യമായ രീതിയിൽ പ്രോഗ്രസ് ചെയ്ത് ഞാൻ അന്ന് MSc-MLT പഠിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം 7 മണി മുതൽ 9 മണി വരെ 2 hours പഠിച്ചിരിക്കും. പഠിച്ചില്ലെങ്കിൽ ഞാൻ ചോറ് കഴിക്കില്ല എന്ന് പറയുന്ന ഒരു ഡിറ്റർമിനേഷൻ ഒക്കെയാണ് അന്ന് എടുത്തിരുന്നത്. ഈവൻ ഡ്യൂട്ടി എത്ര ഉണ്ടായിരുന്നാലും, അന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന കിംസിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം 9.5 മണിക്കൂർ വരെയൊക്കെ ചിലപ്പോൾ ഡ്യൂട്ടി ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാലും പഠിച്ചിരിക്കും. ആ ഒരു ലെവലിലേക്ക് ഞാൻ പിന്നീട് പോയില്ല. അങ്ങനെയാണ് ഞാൻ അടുത്തൊരു എക്സാം വരുന്നത് DME ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ എക്സാം. ഒരു കാലയളവിന് ശേഷം സിലബസോടുകൂടി അതും 100% MLT ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു എക്സാം ആയിരുന്നു DME ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു എക്സാം ആയിട്ട്. അപ്പൊ അവിടെ ഞാൻ എന്റെ മിസ്റ്റേക്സ് എനിക്കറിയായിരുന്നു, എന്റെ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് അറിയായിരുന്നു. അപ്പൊ അത് മാറ്റിക്കൊണ്ട് കൃത്യമായ രീതിയിൽ, അതായത് എങ്ങനെയാണോ ഞാൻ MSc-MLT പ്രിപ്പയർ ചെയ്തത് അതുപോലെ കൃത്യമായ രീതിയിൽ 7 മണി മുതൽ 9 മണി വരെ ഞാൻ പിന്നെയും പഠിക്കൽ. അങ്ങനെ പഠിക്കുന്നു 1 by 1 ആയിട്ട്. ബയോകെമിസ്ട്രി എനിക്ക് അധികം പഠിക്കേണ്ടി വന്നില്ല, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പണ്ട് എല്ലാം എനിക്ക് അറിയാമെന്നുള്ള ഒരു അഹങ്കാരത്തിൽ വെറുതെ വിട്ടുന്ന കാര്യം ഒരു പുതിയൊരു വിദ്യാർത്ഥിയായിട്ട് ഞാൻ അവിടെ തുടങ്ങുമായിരുന്നു. ആൻഡ് എക്സാം വരുന്നു, നല്ല രീതിയിൽ എഴുതിയെന്ന് എക്സാം കഴിയുമ്പോഴേ ഒരു കിക്ക് കിട്ടും നമുക്ക്. അങ്ങനെ കിട്ടി. ആ എക്സാം വരുന്നു, അതിന്റെ റിസൾട്ട് വരുന്നു, 1ാം റാങ്കോടുകൂടി ഞാൻ തിരിച്ചു വരികയാണ്. ആ ഒരു എക്സാമിലൂടെ നമുക്ക് ഒരു മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, നമ്മൾ ഈ സിസ്റ്റമാറ്റിക്, നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും സിസ്റ്റമാറ്റിക് ആയിട്ട് റിവ്യൂ ചെയ്യാതെ, സിലബസിന്റെ കൃത്യമായ രീതിയിൽ നോക്കിക്കൊണ്ട് പഠിക്കാതെ, നമ്മുടെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളും ഒന്നുകൂടി റിവ്യൂ ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ലബോറട്ടറി ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ DME ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പറയാം. LDL-ന്റെ നോർമൽ വാല്യൂ, എന്റെ കയ്യിൽ അന്നുണ്ടായിരുന്ന ടെക്സ്റ്റ് വാസുദേവൻ ശ്രീകുമാരി 7th എഡിഷൻ, അതിൽ കിടക്കുന്നത് LDL-ന്റെ നോർമൽ വാല്യൂ <130 mg/dL എന്നാണ്. ബട്ട് ഓപ്ഷനിൽ 130 to 150 <100 ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് കിംസിൽ പോയ പരിചയത്തിൽ എനിക്ക് അറിയായിരുന്നു <100 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അത് ചെയ്യുന്നു, അങ്ങനെയൊക്കെ വരുന്നു. അതുപോലെ തന്നെ 2016 അമെൻമെന്റ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ അവിടെ നമ്മൾ ഇത്രയും കാലം വിചാരിച്ചത് റെഡ് ബാഗിലാണ് നമ്മുടെ അതായത് ബ്ലഡ് ബാഗുകൾ ഇടുന്നത്. അത് മാറി, അത് യെല്ലോ കാറ്റഗറിയിലേക്ക് വന്നു. അപ്പൊ ഇതൊക്കെ ഞാൻ പഴയതുപോലെ ഞാൻ MSc-MLT ആണ്, ഞാൻ 1ാം റാങ്കാണ്, ജിപ്മറിലും എല്ലാത്തിലും ഒക്കെ മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ ഇരുന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം തെറ്റുമായിരുന്നു. എനിക്ക് അവിടെ കിട്ടില്ലായിരുന്നു റാങ്ക്, 1ാം റാങ്ക് എന്ന് പറയുന്നൊരു കാര്യം കിട്ടില്ലായിരുന്നു. തീർച്ചയായിട്ടും അവിടെയും പിന്നിൽ തന്നെ പോകുമായിരുന്നു. അപ്പൊ ഞാൻ ഈ വിദ്യാർത്ഥികളോട് പഠിക്കേണ്ടത്, നിങ്ങളുടെ മൈൻഡിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ 2 എക്സാമ്പിൾ MSc-MLT DME ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ എക്സാം, ഈ 2ലും എനിക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു എക്സാം കൂടി എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ട് വന്നിട്ട് അപ്പൊ പറയാം. അപ്പൊ ഈ എല്ലാ എക്സാമുകളിലും ഞാൻ പിന്നീട് ചെയ്യുന്ന പരിപാടി, ഫസ്റ്റ് ഗോൾ, വാട്ട് ഈസ് യുവർ ഗോൾ?
ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ മെയിൻ ലിസ്റ്റ് കയറണം, മെയിൻ ലിസ്റ്റ് കയറണം. മെയിൻ ലിസ്റ്റ് അല്ല, ഇപ്പൊ നമുക്കൊരു 200 വേക്കൻസി ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 50 അല്ലെങ്കിൽ ഒന്നാം റാങ്ക് തന്നെ എന്തുകൊണ്ട് എല്ലാവർക്കും അതിനെപ്പറ്റി ചിന്തിച്ചുകൂടാ? അപ്പൊ ആ ഒരു രീതിക്ക് നമ്മൾ ആദ്യം ഒരു ഗോൾ സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റി രാവും പകലും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടണം, എനിക്കത് നല്ല റാങ്കോടുകൂടി തന്നെ കിട്ടണം എന്നുള്ളൊരു ഗോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പഠിക്കാനുള്ള ത്വര വരും. അല്ലാതെ എനിക്ക് എങ്ങനെയെങ്കിലും ജസ്റ്റ് പാസ്സായി മെയിൻ ലിസ്റ്റിൽ കയറിയാൽ മതി, ആ ഒരു രീതിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വളരെ പിറകിലേക്ക് പോകും. അതുപോലെ ഇപ്പൊ ഇവിടെ എടുക്കുന്ന ക്ലാസ് ഇപ്പൊ ഈ ഒരു ടൈം പീരീഡ് വളരെ നൈസാണ്, 8 to 9. എന്റെ ടൈം 7 to 9 ആയിരുന്നു. അപ്പൊ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ കൊണ്ട് അതിന് കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തില് റാങ്ക് മേടിക്കാനായിട്ട് കഴിയും. അന്നേരം നമുക്ക് പറയാം ഇത് എന്താണ്, ഈ റാങ്ക് മേടിക്കല് എന്റെ അഹങ്കാരമല്ല, ഇത് എന്റെ കോൺഫിഡൻസ് ആണ്, ഞാൻ അത്രത്തോളം ഡിറ്റർമിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് നേടാനായിട്ട് കഴിയുമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മൾ പോകാനായിട്ട്. ഇപ്പൊ ALS നമ്മളിപ്പോൾ അവിടെ ഒരു PSC കോച്ചിങ് മാത്രമല്ല മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അതാണ് എന്നെയും വളരെയധികം ആകർഷിച്ചത്. കാരണം ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ട് PSC എല്ലാവരെ പോലും PSC കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ട് PSC ഫീസ് കുറയ്ക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊന്നും അല്ല, മറിച്ച് MLT എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രൊഫഷൻ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ അതിലൊക്കെ ഇടപെട്ട് നടന്നതുകൊണ്ട് കുറച്ചധികം പരാജയങ്ങളും കുറച്ചധികം വിജയങ്ങളും സർക്കാർ തലത്തിലും മറ്റും നേടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു MLT-യെ നമുക്ക് ഇനിയും ഉയർച്ചകളിലേക്ക് കൊണ്ടുപോകാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു PSC കോച്ചിങ് ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ PSC കോച്ചിങ് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ വരികയാണ്. അപ്പൊ അതിലും ഇതേ ഇന്റൻസിറ്റിയോടുകൂടി ഇതേ സിസ്റ്റമാറ്റിക് രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു സർക്കാർ ജോലി ഉറപ്പാണ്. അതിനുള്ള അധ്യാപകരും അതിനുള്ള മെന്റേഴ്സും നമുക്കുണ്ട്. ഒരു മെന്റർ, ഒരു വഴികാട്ടി, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും ഇതുപോലെ എന്താ പറയാ ഹാക്സുകളും ഒരു ഡിറ്റർമിനേഷൻ എപ്പോഴും ആ ഒരു കാര്യം നമ്മളിപ്പം എന്താ പറയാ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന നോവലിൽ പറയുന്ന പോലെ ആ ഒരു പല രീതിയിൽ യൂദായിലെ രാജാവായിട്ടും മറ്റുമൊക്കെ വരുന്ന ഒരു, അതായത് എനിക്ക് എത്ര പേര് ഈ കഥ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്, സാന്റിയാഗോ എന്ന് പറയുന്ന ബാലൻ നിധി തേടി പോകുന്ന കഥ. അപ്പൊ അവിടെ എല്ലാ പ്രത്യേക ഘട്ടങ്ങളിലും എല്ലാ വെല്ലുവിളികളിലും അവനെ സഹായിക്കാനായിട്ട് ഒരു ആൽക്കമിസ്റ്റ് പല രൂപത്തിൽ വരും. അപ്പൊ അതുപോലെ ഈ മെന്റേഴ്സ് നിങ്ങളുടെ ആൽക്കമിസ്റ്റുകളായിട്ട് മാറുക. അപ്പൊ നിങ്ങൾ സാന്റിയാഗോവിനെ പോലെ പോവുക, അവിടെ വെച്ച് നിങ്ങൾക്ക് നിങ്ങളെ നിധി, അതായത് ദാറ്റ് ഈസ് ഒരു സ്വന്തം നാട്ടില് പോയിരുന്ന രീതിയിൽ ജോലി. ഇപ്പം എന്റെ കൂട്ടുകാർ പറയും എന്താ സുഖം, രാവിലെ പോകുന്നു വൈകുന്നേരം വരുന്നു ക്രിക്കറ്റ് കളിക്കുന്നു, ദാറ്റ് ഈസ് ആ ഒരു വൈബ്, അതൊക്കെ മൈൻഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണം. അപ്പൊ അത് നിങ്ങളുടെ സ്വപ്നങ്ങളായി മാറണം. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഇന്റൻസിഫൈഡ് ആയിട്ട് ഈ ഒരു എക്സാം, ഇത് മാത്രമല്ല ഇനിയും വരുന്നുണ്ട് എക്സാമുകൾ, ഇതിലെല്ലാത്തിലും ഒന്നാമനാകാം. ആ ഒരു ക്രൈറ്റീരിയ തന്നെ നിങ്ങൾ എല്ലാവരും ഒന്നാമനാകാൻ പോകും. അപ്പൊ അതിൽ ഏറ്റവും ഡിറ്റർമിനേഷൻ ഉള്ളവൻ ഒന്നാമനും ബാക്കിയുള്ളവർ രണ്ടാമനും അങ്ങനെ 200 ALS-ലുള്ള കുട്ടികൾ ചിലപ്പോൾ തികച്ചെന്ന് വരും. അപ്പൊ ആ രീതിക്കാകട്ടെ. ഇത് മാത്രം എന്റെ അനുഭവമാണ്. എന്റെ ഒരു സക്സസ് സ്റ്റോറി ഒന്നും ഞാൻ പറയത്തില്ല, ഞാൻ അത്രയ്ക്ക് സക്സസ് ആയിട്ടില്ല, ഇനിയും കുറെ അധികം പോവാനുണ്ട്. അപ്പൊ ഈ ഒരു രീതിക്ക് നിങ്ങൾ മുന്നോട്ട് പോവാം. ഒരു താങ്ക് യു സോ മച്ച് വൈശാഖ് ഫോർ യുവർ ഇൻസ്പയറിംഗ്, വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നമുക്ക് എല്ലാവർക്കും നന്ദി പറയാം. താങ്ക് യു. ഇവിടെ മക്കളൊക്കെ ഉണ്ട്, ബാക്കി ആരെയും സംസാരിക്കും. ലത്തീഫ് സാർ, ഒരു കറക്ഷൻ നമ്മുടെ ഡിനി എന്ന് പറഞ്ഞൊരു സ്റ്റുഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഓർഡർ ഓഫ് ഡ്രോയിൽ എപ്പോഴും സിട്രേറ്റ് ആണ് ആദ്യം എടുക്കേണ്ടത് ബ്ലഡ് കൾച്ചർ കഴിഞ്ഞ് കഴിഞ്ഞാലേ. അതായത് കറക്റ്റ് ആന്റികോഗുലന്റ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിട്രേറ്റ് ആണ് രണ്ടാമത് എടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അഡിറ്റീവ്സ് ഇല്ലാത്ത ട്യൂബ്സ്. ഇപ്പോൾ ഡിനി അതാണ് ശരി. അതെ ഒരു കറക്റ്റ് പിന്നെ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ട്യൂബ് പിന്നെ എപ്പോഴും നമ്മൾ സൈട്രേറ്റ് രണ്ടാമതായിട്ട് എടുക്കും. ഓക്കെ, താങ്ക് യു ഫോർ ദ കറക്ഷൻ. പ്രോട്ടീൻ പ്രോസസ് ചെറുതായി നടന്നുകൊണ്ടിരിക്കും. അതെ പ്രോട്ടീൻ പ്രോസസ് നടക്കരുത് തീരെ. അതെ ആ ഓക്കെ. അപ്പോൾ ഒരു കറക്ഷന് നന്ദി. അപ്പോൾ എല്ലാവരും നല്ല നമ്മൾ പറഞ്ഞാലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അതൊരു നല്ലൊരു, നമുക്കൊരു കാര്യം ചെയ്യാം ഷാജി, അതിനൊരു ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കാം. ഒരു ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കിയാൽ ആ പ്രശ്നം തീർന്നു. അതെ ഓക്കെ, അപ്പൊ നീ ഒരു കോഡ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഫ്ലാഷ് കാർഡ് വിത്ത് ആ ട്യൂബിന്റെ കളർ വെച്ചിട്ട് ഫ്ലാഷ് കാർഡ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് നമ്മള് മെമ്മറി ഫ്ലാഷ് കാർഡുകൾ ഉപയോഗിക്കുക. അത് എപ്പോഴും നിങ്ങളുടെ മൊബൈലിൽ സൂക്ഷിക്കാം. മൊബൈൽ മൈക്രോബയോളജിക്ക് ഒരു ഫയല്, ബയോകെമിസ്ട്രിക്ക് ഒരു ഫയല്, പത്തോളജിക്ക് ഒരു ഫയല്, ഇത്തരം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഫ്ലാഷ് കാർഡ് രൂപത്തിൽ ചെയ്യാം. നോ പ്രോബ്ലം.
ഞാനും ലത്തീഫ് സാറൊക്കെ ക്ലാസ്മേറ്റ് ആണ്, അതുകൊണ്ടാണ് നീയും എടാന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരു ഇതായിട്ട് വിട്ടേക്കും. ഓക്കെ, ഇനി ലത്തീഫ് സാർ നെക്സ്റ്റ് എന്താണ്, ആരാണ് ഇപ്പം? നമ്മളിപ്പോ ഏകദേശം ഒരു 50-25 ഇടയ്ക്കൊരു ആയി. അസറ്റ് ഷുഗറിന് ചെയ്യാൻ പറ്റുമെന്ന് ഒരാൾ ചോദിച്ചിരുന്നു, അത് അറിയാവുക? എന്താണ് ചോദിച്ചത് നമുക്ക് മനസ്സിലായില്ല. എന്താണ് ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഒന്ന് വോയിസ് ഇട്ട് ക്ലാരിഫൈ ചെയ്യുകയാണെങ്കിൽ. ഞാൻ നോക്കി, എന്താ മനസ്സിലായില്ല ക്വസ്റ്റ്യൻ, എന്താ സംഭവം അവർ ചോദിച്ചതേ. ആരോ ചോദിച്ചത് നോക്കട്ടെ. അങ്ങനെ ഒരു സാധനം ഞാനും കേട്ടിട്ടില്ല. ഞാൻ അസറ്റ് ടു കേട്ടിട്ടില്ല. അസറ്റ് എന്താണ് ഒരു സ്റ്റേറ്റ്. ഒന്ന് വോയിസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. എന്താണ് നമുക്ക് ഒരു അറിവ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ അത് നമുക്ക് ജിൻസി അവസാനിപ്പിക്കാറായോ? ചോദിച്ചത്. ജിൻസി പറയും. അസറ്റോ അസറ്റേറ്റ് നമുക്ക് ബ്ലഡ് ഷുഗർ എസ്റ്റിമേഷന് ഫ്ലൂറൈഡിന് പകരം ഉപയോഗിക്കാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് വന്നതാണെന്ന് ഞാൻ കേട്ടത്. അത് കറക്റ്റ് ആണോന്ന് അറിയാനായിരുന്നു. ഫ്ലൂറൈഡ് നമുക്ക് ഷുഗർ എസ്റ്റിമേഷന് മാത്രമല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അയോഡോ അപ്പൊ അസറ്റേറ്റ് ആണോ ഉദ്ദേശിച്ചത്? അയോഡോ അസറ്റേറ്റ്. അങ്ങനെയാ തോന്നുന്നത്. എന്ത് അസറ്റേറ്റ് അതായിരിക്കും. അയോഡോ അസറ്റേറ്റ് സോറി. അയോഡോ അസറ്റേറ്റ് ഫ്ലൂറൈഡിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അയോഡോ അസറ്റേറ്റ്. അതായത് നമ്മുടെ സോറി ഗ്ലൈക്കോലൈസിസിലെ സെക്കൻഡ് ലാസ്റ്റ് എൻസൈം ആയിട്ടുള്ള ഇനോലേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഫ്ലൂറൈഡ്. പക്ഷെ അത്രയും സ്റ്റെപ്പുകൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അയോഡോ അസറ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്ലൈക്കോലൈസിസിന്റെ 5ാമത്തെ സ്റ്റെപ്പിൽ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇതുകൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് വരും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, നമ്മളൊരു PSC ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് യൂറിയയും അതുപോലെ ഗ്ലൂക്കോസും ഒരുമിച്ച് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അയോഡോ അസറ്റേറ്റും ഇനോലേസും ഫ്ലൂറൈഡും ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ഏത് ആന്റി കോയാഗുലന്റ് യൂസ് ചെയ്യും? യു ഹാവ് ടു ചൂസ് അയോഡോ അസറ്റേറ്റ്. കാരണം ഫ്ലൂറൈഡ് മറ്റുള്ള എല്ലാ എസ്റ്റിമേഷനുകളെയും ഇന്റർഫിയർ ചെയ്യും. പക്ഷേ അയോഡോ അസറ്റേറ്റ് ഗ്ലൂക്കോസിനെ പ്രിസർവ് ചെയ്യുകയും ചെയ്യും, മറ്റ് ടെസ്റ്റുകളെ ഇന്റർഫിയർ ചെയ്യുകയുമില്ല. ഇനി ഗ്ലൂക്കോസിന്റെ ആന്റി കോയാഗുലന്റുകളെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു പുതിയ ആൾ കൂടി ഇറങ്ങിയിട്ടുണ്ട്, ബഫേർഡ് സിട്രേറ്റ് എന്ന് പറയും. അത് ഗ്ലൈക്കോളിസിന്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ഇൻഹിബിറ്റ് ചെയ്യും. സോ ഏറ്റവും നല്ലത് നമുക്ക് വേണമെങ്കിൽ ബഫേർഡ് സിട്രേറ്റ്, ടെക്സ്റ്റ് ബുക്കുകളിലൊന്നും അധികം അത്ര വന്നിട്ടില്ല. രണ്ടാമത്തത് അയോഡോ അസറ്റേറ്റ്, ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജിനേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ്? ഗ്ലൂക്കോസിനോടൊപ്പം മറ്റ് എസ്റ്റിമേഷൻസ് കൂടി നടത്താം. ദെൻ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രേ, ദാറ്റ് ഈസ് നമ്മുടെ EDTA ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്, ഫ്ലൂറൈഡ് ഓക്സലേറ്റ് എന്നാണെങ്കിൽ ഫ്ലൂറൈഡ് EDTA അവൈലബിൾ ആണ്. ഇവന്റെ പ്രശ്നം എന്താ? ഓക്കെ, ഗ്ലൈക്കോളിസിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട് പ്രിസർവേഷൻ ഒക്കെ ചെയ്യുമെങ്കിലും അവന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ബാക്കിയുള്ള ടെസ്റ്റുകളെ ഇന്റർഫിയർ ചെയ്യും. യൂറിയ, മഗ്നീഷ്യം, മിനറൽ എസ്റ്റിമേഷൻ, അങ്ങനെയൊക്കെ എസ്റ്റിമേറ്റ്. അപ്പൊ ആ ഒരു ട്യൂബ് നമ്മൾ ഫ്ലൂറൈഡിനും ലാക്ടേറ്റിനും പൈറുവേറ്റ് മെഷർമെന്റിനും മാത്രമേ ഫ്ലൂറൈഡിന്റെ ട്യൂബ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെടുത്ത് മറ്റ് ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ വാല്യൂ ലോ ആയിട്ട് കാണും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇതായിരുന്നു ഈ അയോഡോ അസറ്റേറ്റ് ആണ് സംഭവം. അസറ്റോ അസറ്റേറ്റ് അല്ല, അയോഡോ അസറ്റേറ്റ്. അസറ്റോ അസറ്റേറ്റ് നമ്മുടെ കീറ്റോൺ ബോഡി. അതാണ് ഞാനും നോക്കിയത്, കീറ്റോൺ ബോഡി. പിന്നെ നമ്മൾ പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച്. പിന്നെ വേറൊരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ചില സമയത്ത് ഇപ്പൊ എപ്പാരിൻ ഉള്ള SST ഉണ്ടാവും. എപ്പാരിനുള്ള SSTന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോട്ട് ചെയ്യാനുള്ള ഒരു ടൈം വേണ്ട, ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് സെൻട്രിഫ്യൂജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ SST ഉണ്ടെങ്കിൽ സീറം സെപ്പറേറ്റഡ് ജെല്ലാണ്. അപ്പോൾ സീറം സെപ്പറേറ്റർ ഉള്ളത് കൊണ്ട് ഈ പിന്നെ ക്ലോട്ടും സീറവും തമ്മിൽ എപ്പോഴും ഒരു ബാരിയർ പ്രിവെന്റ് ചെയ്യുന്നതുകൊണ്ട് ഗ്ലൈക്കോളിസിസിനെ പ്രിവെന്റ് ചെയ്യും. അപ്പോൾ ഇപ്പൊ ചില ലാബുകളിലൊക്കെ ഇതും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സയന്റിഫിക്കലി അത്ര ഇതല്ല, ഗ്ലൈക്കോളിസിസ് പ്രിവെന്റ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും ഷുഗർ ഒക്കെ. എനിക്ക് ക്ലിയർ ആയില്ലല്ലോ. ജിനി, ജിനി ആ ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്കും ഈ കാര്യം പിടികിട്ടി. അപ്പോ താങ്ക് യു വൈശാഖ്. ജിനി ആ ചോദിച്ചിട്ടായിരുന്നില്ലേ ഇങ്ങനെ ഒരു സംഭവം നമ്മളും അറിയില്ലായിരുന്നു. അപ്പൊ താങ്ക് യു. ഇതാണ് ഡിസ്കഷന്റെ ഒരു ഗുണം. ഒരാളല്ല, ചോദ്യം ചോദിച്ച ആൾക്കാരല്ല, ബാക്കി എല്ലാവരും, അറിയാത്ത എല്ലാവരും അത് പഠിക്കുന്നു. ഓക്കെ, അടുത്ത പരിപാടി അടുത്ത് നമുക്ക് ഏകദേശം 9:30 ആയില്ലേ?
നാട്ടില് 9:30 ആയല്ലോ അല്ലേ? എന്താ ലത്തീഫ് സാർ എന്തെങ്കിലും പറയാനുണ്ടോ ഇനി? ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ലിൻഷാദ്. ബോക്സിൽ 2 ഡൗട്ട് വന്നിട്ടുണ്ട്. രേഷ്മ പറയൂ. അല്ല, ചാറ്റ് ബോക്സിൽ 2 ഡൗട്ടും കൂടെ വന്നിട്ടുണ്ട്. കണ്ടു അത് ഞാൻ നോക്കുകയാണത്. ലിൻഷാദ് എഴുതിയിട്ടുണ്ട്. അല്ല, ഒരു ബിനി നെപ്പോളിയൻ ഉണ്ട്, ഫ്ലൂറൈഡ് ട്യൂബിൽ കൊളസ്ട്രോൾ അഫക്റ്റഡ് ആകുമോന്ന്. അപ്പോൾ ഇതിൽ പറയാനുള്ളത്, ഇപ്പം നമ്മൾ ചെയ്യുന്ന മെത്തഡോളജി ഉണ്ടല്ലോ ബിനി, നമ്മളിപ്പം ആ റിയേജൻ്റൊക്കെ ഇതിനെ ഫ്ലൂറൈഡിനെ അഫക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യുമോ നോക്കിയിട്ടാണ് നമ്മൾ കൊളസ്ട്രോളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും, അത് ഏത് മെത്തേഡ് ഫ്ലൂറൈഡ് ട്യൂബ് അക്സെപ്റ്റഡ് ആണോ അല്ലേ എന്ന്. പിന്നെ ഓരോ ഇല്ല സാറേ, ഫ്ലൂറൈഡ് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് റിയേജന്റുകളിലും കോഫാക്ടേഴ്സ് ആയിട്ട് മറ്റു ചില വസ്തുക്കൾ ആഡ് ചെയ്യുന്നുണ്ട്. യൂഷ്വലി അതിനകത്ത് വരുന്ന ഒരാളാണ് മഗ്നീഷ്യം. നമ്മൾ എൻസൈമാറ്റിക് മെത്തേഡുകൾ എല്ലാത്തിലും തന്നെ റിയേജന്റിന്റെ ഫോർമുലേഷൻ തന്നെ മഗ്നീഷ്യം വരുന്നുണ്ട്. ഈ ഫ്ലൂറൈഡിന്റെ പ്രശ്നം, അവന് ഈ മഗ്നീഷ്യത്തിനോട് ഭയങ്കര പ്രതിപത്തി, അവനെ പോയി അങ്ങ് ഇൻഹിബിറ്റ് ചെയ്യും. സോ അഗെയിൻ വാല്യൂ ലോ ആകും. വി ക്യാൻ യൂസ് EDT. നമുക്ക് ഫ്ലൂറൈഡ് മാത്രമേ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ലിൻഷാദ് ചോദിച്ചിരിക്കുന്ന ഓർഡർ ഓഫ് ട്രയൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത്. സിട്രേറ്റ് വച്ചിട്ടുള്ളൊരു ഓർഡർ ഓഫ് ഡ്രോ നമുക്ക് ഇതുവരെ സെറ്റ് ചെയ്യാൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ഒരു അഗാപ്പിയുടെ ഒരു ബുക്കിനകത്താണ് ഇത്. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാലും അഗെയിൻ വരുത്തേണ്ട ആവശ്യം വരില്ല. കാരണം അഗെയിൻ ഒരു പർട്ടിക്കുലർ മെഷർമെന്റിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ പറയുന്ന, അതായത് ഗ്ലൈക്കോലൈസിസിനെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഗ്ലൂക്കോസിനെ മാത്രം പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് സിട്രേറ്റ് എടുക്കുന്നത്. സിട്രേറ്റ് ബാക്കിയുള്ള ടെസ്റ്റുകളിനെ ഇന്റർഫിയർ ചെയ്യും. ഹെമറ്റോളജി ആണെങ്കിൽ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഡൈലൂഷൻ ബിക്കോസ് ഇറ്റ് ഈസ് എ വെറ്റ് ആന്റികോയാഗുലർ. ആൻഡ് ആൾസോ നമ്മുടെ ഹെമറ്റോളജി, അതായത് അതിനകത്ത് ഇത് വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൈലൂഷൻ ഉണ്ടാവും, മറ്റു ചില പ്രോബ്ലംസ് ഉണ്ടാവും. കെമിസ്ട്രിയിൽ കാൽഷ്യത്തിന് ഇന്റർഫിയർ ചെയ്യും, ദെൻ കൊയാഗുലേഷൻ ഇന്റർഫിയർ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ അഗെയിൻ ഒരു സ്പെസിഫൈഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പറയുന്നത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ ഫ്ലൂറൈഡും സിട്രേറ്റും ഒക്കെ നമ്മൾ അവസാനത്തെ ട്യൂബായിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരുന്നത്. Thank you for additions. നമ്മൾ ക്ലോസ് ചെയ്യാം അല്ലേ? പിന്നെ ഇനിയിപ്പം ഇന്നൊരു 1.5 മണിക്കൂർ മതി എന്ന് വിചാരിക്കാം. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 2 മണിക്കൂർ കൂടുതലൊക്കെ ഇരുന്നുണ്ടായിരുന്നു. ഇന്ന് മതിയാവും. നാളെ സെമിനാറിന് അറ്റൻഡ് ചെയ്യുക. പിന്നെ മൺഡേയുടെ സെഷൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പതോളജിയാണ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. മൺഡേയുടെയും ട്യൂസ്ഡേയുടെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ പുസ്തകങ്ങൾ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് വായിക്കുക. അത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എപ്പോഴെങ്കിലും പഠിക്കൂ എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടമാവും. പക്ഷെ പഠിച്ചല്ലേ പറ്റൂ. അൻസാർ അതിൻ്റെ അതുണ്ടല്ലോ അല്ലേ? അൻസാറോ? ഉണ്ടോ? അൻസാർ ഉണ്ടോ? ഒന്ന് അൻസാർ ഉണ്ടായിരുന്നു, ഉണ്ടാണ്ട് കുത്തിരിക്കാം കള്ളൻ. അൻസാറിന്റെ പേരെങ്ങനെ കൊടുത്തിരിക്കുന്നത്? ബിസ്മി, നയന, RCC-ലുള്ളവരൊക്കെ ഉണ്ടോ ഇവിടെ? ഇപ്പൊ ഒരു ക്ലാസ്സിനൊക്കെ വരലുണ്ടോ? ക്ലാസ്സൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യലുണ്ടോ? കാര്യമായിട്ട് പഠിക്കാന്നൊക്കെ പറഞ്ഞ് വാക്ക് എന്നാണല്ലോ. ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ബിസ്മി, നയന, അഖില ഒക്കെ ഉണ്ടോ? സാറേ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്ന പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഇവിടെ ഉണ്ടോ? ഓക്കെ, ഉണ്ടാവും. നാളെ എല്ലാവരും പിന്നെ മീറ്റിംഗിന് പങ്കെടുക്കും. ലത്തീഫെ, നമുക്ക് മൈക്രോബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കണ്ടേ? മൈക്രോബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് പിന്നെ സാറ് റെഡിയാണോ? ആൻസേഴ്സ് റെഡിയാണോ? ഞാൻ ടൗണിൽ പോയിട്ട് 2 ആളെ യാത്ര അയച്ചിട്ട് വന്നപ്പം വൈകിയെ കണ്ട്. പക്ഷെ ഞാൻ ആൻസർ ഉണ്ടാക്കിയിട്ടുണ്ട്. റെഡിയാണ്, ആൻസർ റെഡിയാണ്. ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ എല്ലാവരും വില്ലിംഗ് ആണോ? ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കാൻ വില്ലിംഗ് ആണോ എല്ലാവരും? ഇന്ന് ഞാൻ ഗ്രൂപ്പിലിട്ട ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് കേൾക്കാൻ എല്ലാവരും വില്ലിംഗ് ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. യെസ് ആണ് യെസ് പറയൂ. യെസ് സർ, ഡിസ്കസ് ചെയ്യാം. യെസ് സർ. എന്നാ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ. എനിക്ക് വളരെ കുറച്ച് സമയം കിട്ടിയുള്ളൂ ഇത് ചെക്ക് ചെയ്യാന്. അതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് കറക്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ.
ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ ഷെയർ ചെയ്യണോ? അതെ. ആ സ്ക്രീൻ ഷെയർ ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ ഷെയർ ചെയ്തു. ചെയ്യാൻ പറ്റുമോ അവിടുന്ന്? അതോ ആരിഫ് സാർ? ആരിഫിന് ചെയ്യാൻ പറ്റും. ഞാനിന്ന് ഇതിലാണ്, മൊബൈലിലാണ്. ഇല്ല, നമ്മളിട്ട് അതേ ക്വസ്റ്റ്യൻ അല്ലേ? അതേ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ആർ യൂസ് ടു ഡിറ്റക്ട് ബാക്ടീരിയൽ മോർട്ടിലിറ്റി എക്സെപ്റ്റ് എന്നുള്ള ആ ക്വസ്റ്റ്യൻ അവിടെ നിന്നാണ്. നോക്കട്ടെ ഒരു മിനിറ്റ്. ഷാജേട്ടാ ഞാനിപ്പോൾ അയച്ചുതരാം, നിങ്ങളെ വാട്സാപ്പിലേക്ക് അയച്ചുതരാം. ഓക്കെ ഓക്കെ. പോരായില്ലേ? അരമണിക്കൂർ പെട്ടെന്ന് ചെയ്യാം. ഡിസ്കസ് ചെയ്തോളൂ, ഞാൻ കണ്ടെത്തിട്ടെ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഓക്കെ, Okay. വെയിറ്റ് The ചെയ്യാം. first question is, the following are used to detect bacterial mortality except A. Streak culture, B. Hanging drop, C. mannitol medium, D. Craig tube. The answer is A. Streak culture. അടുത്ത പറയട്ടെ? വിശദീകരണം ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കിട്ടുന്നുണ്ടോ? സ്റ്റേക്ക് സ്ക്രീൻ ഷെയർ ആയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഷെയർ ചെയ്തു. തുടക്കത്തിലൊന്നും ആയില്ലായിരുന്നു, പിന്നെ വീണ്ടും പോയി. പോയോ? ഇപ്പൊ റെഡിയായോ? ഓപ്പൺ ആയില്ലല്ലോ അത്. ആ ഒരു ഓപ്പൺ ആയില്ല. ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യും. സ്ക്രീൻ ഷെയർ ആയി, പക്ഷെ സാധനം വന്നില്ല. അത് പോസ് ആവാണ് ഓട്ടോമാറ്റിക്കായിട്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് പോസ് ആയിക്കൊണ്ടിരിക്കണം. Okay, Anaga is trying to share it. എന്റേത് എന്തോ ഒരു മിസ്സിംഗ് സ്റ്റോപ്പ് ഷെയർ. Oh, okay, it's there by Anaga. വന്നു. Oh, again. ഓക്കെ. Okay. First question I already read. അതിനി പറയണ്ടല്ലോ, രണ്ടാമത്തേക്ക് പോട്ടെ? Yes or no? ഓക്കെ. Yes. Darting motility Yes, is sir. shown Go by ahead. Darting motility is shown by any answer from your side. I will give the right answer later. Vibrio cholera. Okay, you are right. One more is there. Vibrio cholera is the right answer, but one more bacterium can give darting motility. Campylobacter jejuni. Okay, but here the answer is Vibrio cholera. Number 3, the modern used in gram staining is, I think everyone will know it. ആരും പറഞ്ഞില്ല, ഞാൻ പറയും. എല്ലാരും unmute അവിടെ ചെയ്തിട്ട് ടൈപ്പ് പറഞ്ഞാലേ ചെയ്യാമല്ലോ മനസ്സിലായി. ആൻസർ. You are right. Gram staining. Number 4, which of the following is not a compound stain? പിന്നെ മാത്രമല്ല, നമ്മുടെ മറ്റേ ജനാലിന്റെ ഡിസൈനിന്റെ കാര്യത്തിലും ഡ്രോയിങ് ഉണ്ടല്ലോ. ഏത് കമന്റ് ആയിട്ട് വരുന്നുണ്ട്, ഗ്രാം സ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. gram stain ആണ് അതിന്റെ ഉത്തരം. Why? In a compound stain, there will be multiple dye, but gram stain doesn't have it. So the answer is gram stain. Okay. Number 5, the counter stain that can be used in gram stain is
These are all simple questions. You are right. Carbon fission or safraning. Dilute carbon fission it is actually, or safraning. Number 6, the gram staining technique differentiate bacteria based on the composition of their cell wall. Cell wall contains peptidoglycan and teichoic acid. Number 7, select gram-negative bacteria. Staphylococcus, Clostridium, Neisseria, chlorine bacteria. Number 7, any answer? Easy, you are right. Number 8, which of the following is a gram-positive bacilli? Salmonella, Shigella, Clostridium, and Proteus. The answer is C, correct. Clostridium. Clostridium, you're right. Number 9, the decolorizing agent used for Mycobacterium leprae in acid-fast stain is, any answer from your side? Yeah, you're right. 5%. 5% is copper. For Nocardia, we use 1% sulfuric acid. Okay. Number 10, common staining method used to demonstrate Mycobacterium tuberculosis is AFB stain or Seal-Neisel stain. Both are the same name. Seal-Neisel stain or AFB stain. Number 11, the counter stain used in acid-fast stain is Methylene blue. methylene blue, Malachite blue. malachite blue. For Malachite color blue. blinded persons, picric acid also can be used. Okay. Number 12, which of the following declares used in acid-fast stain? 20%. Okay, sulfuric acid. Number 13, acid fastness of bacteria is due to the presence of Mycolic acid. You're right. The lipid containing mycolic acid. Number 14, the enzymes which absent in anaerobes. Oxidase. Catalase. The answer is catalase. Yeah. They can't grow in the presence of oxygen as they completely lack superoxidase, dismutase, and catalase enzymes, and hence are susceptible to the lethal effects of oxygen. Number 15, which among the following is coagulase negative? Staphylococcus 4 are the answer is all of the above. Number 15, D. Right? 16, all the following features shown by Enterobacteriaceae except, what's the answer? Oxidase. Oxide is positive. That's wrong. Okay, number 17, select the organism which is oxidase test negative. Which is answer? Number 8, correct. All of the above. Clostridium tetani. Number 18. Number 18, which is not correct regarding oxidase test used to identify bacteria which produce the enzyme cytochrome oxidase. That's right. The test is performed on bacterial colonies from McConkie agar. Positive test is shown by pure color developing within 10 seconds. A reagent used is 1% tetramethyl paraphenylene diamine dihydrochloride. Which is the answer? B. It should be from 5% sheep blood agar plate. For catalase test, don't pick colonies from blood agar plate because it contains cytochrome enzyme. Okay, clear? 18? No, nobody's saying anything. Okay. Number 19, reagent for oxidase reaction for bacteria is oxidase. Okay, Anubama, which one is not clear? Number 18, shall I repeat? Shall I repeat for number 18? Okay. Which is not correct regarding oxidase test? The answer is B. The test is performed on bacterial colonies from McConkie agar. That is wrong. Actually, it should be from McConkie agar. It should be from 5% blood agar plate, not from McConkie agar. Hello? Okay then. Now we'll go to number 19.
reagent for oxidase reaction for bacteria is? Any answer? 1% tetramethyl paraphenyl diamine dihydrochloride is the answer. Number 20. Oxidase reagent is again the same answer. Number 21. Hydrogen sulfide production can be detected by TSAR. TSAR. Correct. 22. Coax reagent used in indoor test contains the following ingredients. I think this question, something wrong in this question, because it should be except there. There should be except. Coax reagent used in indoor test contains the following ingredients. Para dimethyl aminobenzaldehyde should be there. Amyl alcohol should be there. Concentrated HCl should be there. Methyl red should not be there. So the question should be coax reagent used in indoor test contains the following reagents except should be there. Then the answer should be methyl red. Right? Yes. Okay. Coax reagent used in indoor test contains the following ingredients except should be there. If except is there, the answer is methyl red. All other ingredients should be there. Clear? Okay, clear, sir. Okay. 23. The only maternal immunoglobulin that is normally transported across the placenta and provides natural immunity to newborn is IgG, correct? IgG. Number 24. IgG. Natural immunity present in an individual is innate, correct? Immunity. Innate immunity. Number, which one is number 23? We covered 25, right? Most abundant class of immunoglobulins is IgM. no, IgG. 80% of immunoglobulins IgG it is. 25 IgG. 26. Select agglutination reaction. Which is the agglutination reaction here? Most appropriate. Vidal test, you are right. 26 is Vidal. okay. 27. Which of the following is an agglutination test? 27. Vidal. Again, Vidal. Okay. 28. Vidal test. Okay. VDRL test is an example of flocculation test. You're right. Flocculation. 29. Flocculation. 29. The advantages of RPR over VDRL test include the following statement except. What is the answer? 29. It requires inactivation of serum. Number 4. 4 is the wrong in it. Except it requires inactivation of serum. So 29 is for D. 30. ASO titer is done for the diagnosis of 30. Answer? Any answer? Strep pyogenes. Strep. Yeah. Okay. Strep pyogenes or group A streptococcus. Both are right. Same only. 31. Which is true for STS, standard test for syphilis? 31. What is answer? Chance of false positive test. Yeah, B is the answer. Chance of false positive test result. B, correct. 32. The antigen popularly called Australian antigen is? Which one is that? HBsAg. 33. 33. Which of the following is not a serological test? 33 is? Any answer? PCR. PCR is the test. 34. A competitive binding assay in which fixed amounts of antibody and radio-labeled antigen react in the presence of unlabeled antigen is RA. Right. 35. All are screening tests used for the diagnosis, lab diagnosis of HIV infection except Western blot. Western blot, correct. Coombs Western blot is the answer. Number C. Number 36. P24 antigen can be detected in the serum of a HIV patient during. Answer is
both A and B. Early stage of infection before the appearance of antibody. Severe symptomatic disease. Both A and B is the answer. 37. A competitive binding assay in which fixed amounts of antibody and radio labeled antigen react in the presence of unlabeled antigen is 37. Radioimmunoassay. Correct. 38. Which of the following test is used for the laboratory diagnosis of cytomegalovirus infection? Yeah. 38. Any answer from your side? All of the above is answer. 38. Hello? 39. In a patient with a chronic hepatitis B virus infection, which serological marker indicates high sensitivity? 39. Any answer? HbsAg. 40. The viral disease that not sexually transmitted is, which is the answer? Number 40. Any answer? Yeah, rubella. Rubella. Rarely it will transmit. Okay, but here the answer is, most appropriate answer is rubella. 40. 41. The best diagnostic marker for recent hepatitis B virus infection is HbsAg. 42. Dengue virus infection is transmitted by Aedes mosquito. Aedes aegypti mosquito. Yeah. There are two types of Aedes. Aedes aegypti is the correct answer. Clear? അത് സാർ Any doubt? ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാല് നമ്മള് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ല നമ്മുടെ HIV-യുടെ ഡയഗ്നോസിസിന്റെ, അത് വെസ്റ്റേൺ ബ്ലോട്ട് ഉണ്ട്, കൂംസ് ഉണ്ട്. ഏതാ നമ്പർ? ലാബ് ഡയഗ്നോസിസ് അത് കൂംസ് അല്ല അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ. All are screening tests used for the diagnosis of HIV except അടിയിലൊരു ഓ കൂടിപ്പോയാണ് സാറേ. കോംബ് ടെസ്റ്റ് ഉണ്ട്, HIV കോംബ്, അത് ആണ് അവിടെ ഓപ്ഷൻ ആയിട്ട് വരേണ്ടത്. കൂംസ് അല്ല, HIV കോംബ് ടെസ്റ്റ്, അതാണ് ഒരു മിസ്റ്റേക്ക്. കൂം ടെസ്റ്റ് ആണുള്ളത്. കൂം ടെസ്റ്റ് മറ്റേ ബ്ലഡ് ബാങ്ക് ടെസ്റ്റ് അല്ലേ? അതെ കോംബ്, HIV കോംബ് എന്ന് പറഞ്ഞ അത് വരികയാണെങ്കിൽ അത് വെസ്റ്റേൺ ബോട്ടും കൂടി അവർ സ്ക്രീനിങ്ങിൽ ഉൾപ്പെടുത്തിയതാണ്. ശരിക്കും വെസ്റ്റേൺ ബോട്ട് കൺഫർമേറ്ററി ടെസ്റ്റ് ആണല്ലോ. അതെ, വെസ്റ്റേൺ ബോട്ട് സ്ക്രീനിങ് ടെസ്റ്റ് അല്ലല്ലോ. അല്ലല്ലോ, എക്സെപ്റ്റ് എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വെസ്റ്റേൺ ബ്ലോട്ട് തന്നെ അതിന്റെ ഉത്തരം. അത് കോംസിന് ചിലപ്പോ ഒരു ഓ കൂടി പോയത് ടൈപ്പ്. ഇമ്യൂണോകോംബ് സ്ക്രീനിങ് തന്നെയല്ലേ? ഇമ്യൂണോകോംബ് അതെ സ്ക്രീനിങ് ആണല്ലോ. ടൈപ്പിംഗ് സ്ക്രീനിങ് ഇമ്യൂണോകോംബ് ആണെങ്കിൽ സ്ക്രീനിങ് ആയിരിക്കണ്ടേ? അതെ അപ്പൊ വെസ്റ്റേൺ ബോട്ട് അങ്ങനെയാണെങ്കിൽ വെസ്റ്റേൺ ബോട്ടാണ് കൺഫർമേറ്ററി വെസ്റ്റേൺ ബ്ലോട്ട് ആണ്, സ്ക്രീനിങ് ടെസ്റ്റ് അല്ല വെസ്റ്റേൺ ബ്ലോട്ട്. അതിപ്പോ ഇമ്യൂണോകോംബ് ആയിരിക്കും വൈശാഖ് പറഞ്ഞ പോലെ. പക്ഷെ കൂംസ് എന്നൊരു ടെസ്റ്റ് ഉണ്ടല്ലോ, അപ്പൊ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എലൈസ, ഇമ്യൂണോക്രോമറ്റോഗ്രാഫി, വെസ്റ്റേൺ ബ്ലോട്ട്, HIV കോംബ് ടെസ്റ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. സോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് വെസ്റ്റേൺ ബ്ലോട്ട് ആണ്. HIV കോംബ്, HIV എലൈസ, HIVയുടെ ഇമ്യൂണോക്രോമറ്റോഗ്രാഫി, ട്രൈഡോട്ട് വരുന്നില്ല. ബാക്കിയുള്ള ടെസ്റ്റുകളെല്ലാം തന്നെ സ്ക്രീനിങ്ങിന് യൂസ് ചെയ്യും. വെസ്റ്റേൺ ബ്ലോട്ട് നമ്മുടെ സാധാരണഗതിയിൽ കൺഫർമേറ്ററി ടെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. അതെ അല്ലല്ല, മിസ്റ്റേക്ക് ആയിട്ട് വന്നതാ. ആവശ്യത്തിനകത്തില്ല, കാരണം സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സെപ്റ്റ് വെസ്റ്റേൺ ബ്ലോട്ട് ഈസ് നോട്ട് എ സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ HIV. So it's correct here. No need of any confusion here. It's not a screening test for HIV. Western blot is not a screening test. So that is the answer. Whatever be the fourth answer, it's not a confirmatory test. പിന്നെ ഇവിടെ വേറെ ഒരു ക്വസ്റ്റ്യനും കൂടി ഇതിൽ നിന്ന് വരാൻ പറ്റുമെന്നാണ് കഴിഞ്ഞാല് ഏതൊക്കെ ബ്ലോട്ടിംഗ് ഉണ്ടെന്ന് ചോദിക്കാം. വെസ്റ്റേൺ, നോർത്തേൺ, ഈസ്റ്റേൺ ആൻഡ് സദേൺ ഇത്ര 4 ബ്ലോട്ടിങ്ങിൽ ഏത് ബ്ലോട്ടിംഗ് ആണ് ഇല്ലാത്തതെന്ന് ചോദിക്കാൻ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് നേരത്തെ കണ്ട പോലെ. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ഈസി പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ ബ്ലോട്ട് നമ്മൾ പ്രോട്ടീൻ ആണ് യൂസ് ചെയ്യുന്നത്.
നോർത്ത് എന്ന് പറഞ്ഞാൽ നോറിൽ 6 ഒരു നമ്മൾ എടുത്ത് പറയുന്നതുകൊണ്ട് 6 വരുമ്പോൾ അത് RNA പ്ലോട്ടിംഗ് ആണ്. നോർത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏതാ? സൗത്ത് അല്ലേ? സദേൺ പ്ലോട്ടിംഗ് ആണെങ്കിൽ RNAയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ DNA. അപ്പം RNA നോർത്തേണും, സദേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNAയും, വെസ്റ്റേൺ പ്രോട്ടീനും, ഈസ്റ്റേൺ ഒന്നുമില്ല. ഈസ്റ്റേണിന് ഒരു തിങ്ങുമില്ല. ഈസ്റ്റേൺ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഈസ്റ്റേൺ ഉണ്ട് സർ. ഡൗട്ട് ഉണ്ട് ഷാജി. ഈസ്റ്റേൺ കൂടി എന്തോ ഒരു സാധനം എന്തോ ഒരു സാധനം ബ്ലോട്ട് ചെയ്യുന്നുണ്ട്. ആണോ? ഇപ്പൊ ഈസ്റ്റേൺ നമ്മളിപ്പോ നേരത്തെ ഒന്ന് ഗൂഗിൾ ചെയ്തൊക്കെ എപ്പോ തന്നെ കിട്ടും. ഇപ്പൊ തന്നെ കിട്ടും ഗൂഗിൾ ചെയ്താൽ ഈസ്റ്റേൺ ബ്ലോട്ടിംഗ്. അല്ല, അങ്ങനെ ഒരു ലത്തീഫെ, ഇതില് ഈ ക്വസ്റ്റ്യനില് ഫുൾ ആൻസർ വാങ്ങിയ ആരെങ്കിലും ഉണ്ടോ ലത്തീഫെ? പോസ്റ്റ് ട്രാൻസ്ലേഷൻ മോഡിഫിക്കേഷന് വേണ്ടി ഈസ്റ്റേൺ പ്ലോട്ടിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത് പോസ്റ്റ് ട്രാൻസ്ലേഷൻ മോഡിഫിക്കേഷൻ. ഓക്കെ, ഞാൻ പണ്ട് ഹാദ് എക്സാം എഴുതിയപ്പോൾ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പൊ അതൊക്കെ മാറി. അതിന്റെ കറക്റ്റ് ആൻസർ അന്ന് ഈസ്റ്റേൺ. ഞാൻ 1964 ജനിച്ചതാ. ഞാൻ അപ്ഡേറ്റഡ് അല്ല. ഓക്കെ ഷാജി, സാറേ അതിന്റെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ സാറൊന്ന് നമ്മുടെ ഗ്രൂപ്പിലൊന്നും ഇടണേ, നമ്മുടെ ALS സ്റ്റുഡൻസ് പോർട്ടലിലൊന്നും ഇടണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആർക്കും ഡിസ്പാരിറ്റി വേണ്ടെന്ന് വിചാരിച്ചത്. എല്ലാം ഒരു ട്രാൻസ്പാരന്റ് മോഡ് പോട്ടെ. അപ്പൊ അവരയച്ച ആൻസർ അവർക്കും അറിയാം. അപ്പൊ നമ്മൾ നാളെ വിജയം പ്രഖ്യാപിക്കാന്ന് വിചാരിച്ചതാണ്. എന്നിട്ട് അവർക്ക് ചെറിയ ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ടായിരിക്കും, അത് നമ്മൾ അവർക്ക് എത്തിക്കും. അതൊരു ഗൂഗിൾ പേയുടെ രൂപത്തിലോ ഗിഫ്റ്റ് ആയിട്ടൊക്കെ അവരുടെ വീടുകളിലേക്ക് എത്തും. ഓക്കെ ലത്തീഫെ, ഈ ക്വസ്റ്റ്യൻ ഒക്കെ കുറച്ച് നേരത്തെ തന്നെ, ഞാൻ വൈകുന്നേരം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ ടൗണിൽ രണ്ടുപേരോ വിരുന്നേരും യാത്രയാക്കി തിരിച്ചു വരുമ്പോഴേ ഞാനിത് കാണുന്നത്. എനിക്ക് ആകെ അരമണിക്കൂർ പോലും കിട്ടിയിട്ടില്ല അതിന് ആൻസർ ഉണ്ടാക്കാൻ. ഭാസ്കർ സാർ ഇതിന് 10 മിനിറ്റിന് ആവശ്യമില്ല, വായിക്കേണ്ട സമയം മതി. അങ്ങനൊന്നുമില്ല, അതൊക്കെ ഭാസ്കർ സാർ ഇതിനെ വായിച്ചാൽ മതി, വായിച്ചാൽ മതി. നമ്മള് ഇത് പണ്ട് ഇപ്പൊ നമ്മൾ കുറെ കൊല്ലായില്ലേ ഫീൽഡ് വിട്ടിട്ട്, അതുകൊണ്ട് നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമ്മളെ കൈ തുമ്പിലുണ്ടാവും. ഇതിപ്പോ കുറെ 5 കൊല്ലമായി ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. വേറെ എക്സ്ട്രീംലി സോറി സാർ. അത് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചത്. കുഴപ്പമില്ല, ഏതായാലും സാർ അത് ഏറ്റെടുത്തു. ഇത്രയും അരമണിക്കൂർ കൊണ്ട് തന്നെ ഗംഭീരമാക്കിയില്ലേ. അപ്പൊ നമ്മുടെ കുട്ടികളോട് പറയാനുള്ള ഇത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു ടീമാണ് നമ്മളിത് നയിക്കുന്നത്. അപ്പം വി ആർ സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് ALS. എനിക്ക് തന്നെ സ്വയം അഭിമാനം. യെസ്, താങ്ക് യു സാർ. അപ്പൊ നാളെ സാർ ഒന്ന് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഇനി ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും കറക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് നമുക്കൊന്ന് അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. എന്നാലും അതിന്റെ കറക്റ്റ് ആൻസർ നാളെ ഗ്രൂപ്പിലിടും. അപ്പൊ നിങ്ങൾ അയച്ച ആൻസർ നിങ്ങൾക്കറിയാം. നമ്മൾ നാളെ വാല്യൂഷൻ നടത്തും. ഏറ്റവും മികച്ച ആൻസർ ആദ്യത്തെ സമയത്തിൽ അയച്ച ആളുകൾക്ക് ഒരു സമ്മാനം ഉണ്ടായിരിക്കും. താങ്ക് യു സോ മച്ച് സാർ, താങ്ക് യു സോ മച്ച്. എന്തായാലും ഇനി ഇങ്ങനെ ഒരു സമയം വൈകൽ ഉണ്ടാവില്ല. നേരത്തെ തന്നെ വൺ ഡേ ബിഫോർ തന്നെ നമുക്ക് ഇതെല്ലാം സെറ്റിൽ ചെയ്യാം. ഓക്കെ, നമ്മൾ ആൻസർ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കറക്റ്റ് ആയിരിക്കണമല്ലോ. യെസ്, അതുകൊണ്ട് നമ്മളത് ഗ്രൂപ്പിലിടാം. നാളെ ഇടാം, ഗ്രൂപ്പിലിടാം. ക്വസ്റ്റ്യനും അതിനോട് ചേർന്ന് അതിന്റെ ആൻസറും കൂടെ ഇടാം. അപ്പം പുതിയ ആളുകൾക്കും അത് പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ എളുപ്പമാവും. ക്വസ്റ്റ്യനും അതിനോട് ചേർന്ന് തന്നെ അതിന്റെ ആൻസർ ഇടാം. പിന്നെ പുതിയ ആളുകളൊന്നും കൺഫ്യൂഷൻ ആവണ്ട. അതിൽ വിജയെ നാളെ പ്രഖ്യാപിക്കുകയും ചെയ്യാം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. എന്തായാലും പറഞ്ഞു നമ്മുടെ ഡിസ്കഷൻ 1.5 മണിക്കൂർ ഡിസ്കഷൻ 2 മണിക്കൂർ പോയി അവസാനം. നമുക്കും കുറെ കാര്യങ്ങൾ ഇതിന്ന് അപ്ഡേറ്റ് പഠിക്കാൻ പറ്റി. പലരും ഉണ്ടായിരുന്നുണ്ട്, പല ബ്രേക്സ്, പല എന്തായാലും ഇതിന്റെ ബ്യൂട്ടി ഇതാണ് കേട്ടോ. ഇതിന്റെ നടത്തിപ്പുകാരും പിന്നെ എന്താ പറയാ ഇതിന്റെ പ്രയോക്താക്കളും എല്ലാവരും ഈ ഫീൽഡിലുള്ള ആളുകളായതുകൊണ്ട് നമുക്ക് തന്നെ ഒരു സ്വയം ഒരു വല്ലാത്തൊരു എംപവർമെന്റ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. വൈശാഖ്, ഐഡോ അസറ്റേറ്റിന് നന്ദി. ഐഡോ അസറ്റേറ്റ് ഇന്ന് പുതിയതായിട്ട് കിട്ടിയ ഒരു സംഭവമാണ്. പിന്നെ ബഫേർഡ് സിട്രേറ്റും വൈശാഖ്, ഞാൻ BSc-MLT ആദ്യ ബാച്ചിൽ പെട്ട ആളാണ്. ഈ വൈശാഖ് ഞാൻ പറഞ്ഞുതരാം. വൈശാഖ്, ഈ ഭാസ്കരൻ സാർ എന്ന് പറഞ്ഞാൽ 1984 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നതാ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സമരമായിരുന്നു നമ്മുടെ പ്രധാന പരിപാടി. രാവിലെ പിന്നെ പഠിക്കലും കൂടിയായിരുന്നു. അന്ന് എല്ലാ KSRTC ബസിന്റെ മുകളിലും BSc-MLT സ്റ്റുഡൻസ് ഓൺ ഹങ്കർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ സ്റ്റിക്കർ പട്ടത്ത് പോവുക, ബസ് തടയുക, ബസിന്റെ മുകളിലും സ്റ്റിക്കർ ഒട്ടിക്കുക.
അല്ല, അത് ലിറ്ററലി ഞാനാണ് ആദ്യം ഹങ്കർ സ്ട്രൈക്ക് 24 മണിക്കൂർ ജീവിതത്തിൽ ആദ്യമായിട്ട് PSC-MLTക്ക് വേണ്ടി എടുത്തത്. അന്ന് എന്നിട്ട് ഒരു MLA വന്ന് കണ്ടു, ഒരു നാരങ്ങ വെള്ളമൊക്കെ തന്നിട്ടാണ് അത് അവസാനിപ്പിച്ചത്. അങ്ങനത്തെ ഭാസ്കർ സാറേ, ആ ബസ് സ്റ്റോപ്പ് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ എല്ലാ പരിഷ്കാരം നടന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഹങ്കർ സ്ട്രൈക്ക് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഹങ്കർ സ്ട്രൈക്കിൽ സമരം നടത്തിയ ആ ബസ് സ്റ്റോപ്പ് പൊളിച്ചിട്ടില്ല, അതവിടെ എപ്പോഴും ഉണ്ട്. പഴയ കേശവാക്കിന് മുമ്പുള്ള ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അത് ഇപ്പോഴും അവിടെ ഉണ്ട്. അത് ഓർമ്മയ്ക്ക് വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. PSC-MLTക്ക് സിലബസ് ഉണ്ടാക്കുക, ഈ നമ്മുടെ അസോസിയേഷന് വേണ്ടി ബയലോ ഉണ്ടാക്കുക, അതൊക്കെയായിരുന്നു നമ്മുടെ ആദ്യത്തെ പണി. പിന്നെ സമരം ചെയ്യുക. ഓക്കെ, മൈൻഡ് അപ്പ് ചെയ്യല്ലേ എന്നാലും? ഓക്കെ, ശരി, ഓക്കെ, എന്നാ ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ഓക്കെ, ബൈ.